ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ട് ആൻഡ് എത്തിറ്റിക്സ്. നിങ്ങളുടെ എക്സ്പേർട്ടാണ്. ഞാൻ എസ്തെറ്റിക്സ് ഒരു പേപ്പർ പഠിച്ചിട്ടുണ്ട് ഫിലോസഫി പഠിക്കുമ്പോൾ. തീർച്ചയായിട്ടും. സത്യത്തിൽ സൗന്ദര്യശാസ്ത്രം കല എന്ന് പറയുന്നത് ഇപ്പോൾ തമിഴിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭംഗി എന്നുള്ള അർത്ഥമാണ് സംഭവം. എസ്തെറ്റിക്സ് പറഞ്ഞാൽ ബ്യൂട്ടിയാണ്. എസ്തെറ്റിക്സ് വെച്ചാൽ ആർട്ടിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. ഈ സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു തത്വശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. സത്യത്തിൽ അതൊരു ഫിലോസഫിക്കലും കൂടിയാണ്. പക്ഷെ അതിന് ഒരു സയൻസും കൂടിയുണ്ട് യഥാർത്ഥത്തിൽ. ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എസ്തെറ്റിക്സ് പറയുമ്പോൾ ഒരു ഇക്വേഷൻ, മാത്തമാറ്റിക്കൽ ഇക്വേഷൻ പോലെ ഒരു ബ്യൂട്ടി ഉണ്ടെന്ന് പറയും. സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ പറഞ്ഞാണ്. അതെ, എസ്തെറ്റിക്സ് എല്ലായിടത്തും ഉണ്ട്, ആർട്ട് മാത്രമല്ല. തീർച്ചയായിട്ടും എല്ലാ ഇടങ്ങളിലും ഈ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് അദ്ദേഹം എസ്തെറ്റിക്സ് ഉണ്ട്. തീർച്ചയായിട്ടും. പിന്നെ ഈ എസ്തെറ്റിക്സ് ആർട്ട് പറഞ്ഞാൽ പ്യൂർലി റിലേറ്റീവ് ആണ്, സബ്ജക്റ്റീവ് ആണ്. അത് നമുക്ക് ഒബ്ജക്റ്റീവ് ആയിട്ട് പറയാൻ പറ്റില്ല, ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. സോ ഈ ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടലി പൊളിഞ്ഞെടുക്കുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത് ഡിപ്പെൻഡ്സ് ഓൺ മൈൻഡ് ആണ്. ഓരോ ആൾക്കാരുടെയും മൈൻഡിനെ ബേസ് ചെയ്തിട്ട് 2+2 4 അതെല്ലാം ഒബ്ജക്റ്റീവ് ആണ്. പക്ഷേ തീർച്ചയായിട്ടും ആർട്ട് അങ്ങനത്തെ കാര്യമാണ് സബ്ജക്റ്റീവ് ആണ്. ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ട് എന്ന് പറയുന്ന സബ്ജക്റ്റീവ് ആവുന്നത് എങ്ങനെയാണ് നോക്കുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിന് പോലും അളവുകളുണ്ട്. യാഥാർത്ഥ്യത്തിൽ അത് ഒരു ശാസ്ത്രമാണ്. ഇപ്പൊ ഒരാളുടെ കൈ മുഴുവനായിട്ട് നിവർത്തി കഴിഞ്ഞാൽ പണ്ടത്തെ ഓരോ ഡോക്ടേഴ്സ് അല്ല, അവർക്ക് ഇപ്പോഴത്തെ ഡോക്ടേഴ്സിന് സ്കാനിങ് എല്ലാം കിട്ടിയിട്ട് ഓൺ ചെയ്യാൻ പറ്റില്ല. അന്നത്തെ ഡോക്ടേഴ്സ് നാഡി ചെയ്യും. അതൊക്കെയാണ് റിയൽ ഇത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ഇന്നത്തെ കല ഇപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ദർബാർ ഹാളിലാണ്. ഇപ്പൊ ഇവിടെ പെയിന്റിങ്ങിന്റെ സോളിറ്റ്യൂഡ് ആൻഡ് ഹ്യൂമാനിറ്റി. അപ്പോ ഇവിടെ ഈ സോളിറ്റ്യൂഡും ലോൺലിനെസ്സും വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണക്കാർക്കാണ് ലോൺലിനെസ്, അതെ, ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ആൾക്കാർക്ക് സോളിറ്റ്യൂഡാണ്. തീർച്ചയായിട്ടും. പക്ഷെ അതിൽ ഹ്യൂമാനിറ്റിയും കൂടിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവോൾവ് ആവുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ ഇപ്പോൾ കല എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ തമിഴിലേക്ക് തന്നെ വരികയാണെങ്കിൽ എനിക്ക് ആ ലാംഗ്വേജ് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടാ. ഇപ്പോൾ ഈ കല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. പിന്നെ സൗന്ദര്യ ശാസ്ത്രം എന്ന് പറയുന്നത് ഈ പക്ഷെ പലപ്പോഴും ഈ സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്നതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പെയിന്റിങ്സുകൾ ഉണ്ടായിട്ടുണ്ട്. സോ ഇപ്പൊ ഇല്യൂഷൻ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി വരുന്നത്. തീർച്ചയായിട്ടും ആ ഒരു അളവുകോലുകളെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് എപ്പോഴും ക്രിയേറ്റീവായിട്ട്. അളവുകോലിനുള്ളിലുള്ള യുക്തിയാണ്, ലോജിക്കാണ്. തീർച്ചയായിട്ടും. ഞാൻ ഇന്നാലും എവിടെ വായിച്ചാണ്, ഇപ്പൊ ലോജിക്കൽ ആൾക്കാർ ഭയങ്കര ഫോക്കസ്ഡ് ഡിസിപ്ലിൻ്റെയൊക്കെയാണ്. പക്ഷെ നമ്മുടെ വാണ്ടറിങ് മൈൻഡുള്ളവരാണ് ക്രിയേറ്റീവ്. തീർച്ചയായിട്ടും. വാണ്ടറിങ് മൈൻഡ്, അപ്പോഴാണ് ഫാന്റസി വരുന്നത്, പുതിയ ആശയങ്ങൾ വരുന്നത്. പക്ഷേ ഇവിടെ എപ്പോഴും പൊതുജനത എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒന്ന് ഇൻ്റലക്ച്വലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലോ അല്ലെങ്കിൽ സാധാരണ ഉപയോഗിക്കുന്ന ഭാഷയുടെ അപ്പുറത്തേക്ക് നമുക്ക് കുറച്ചും കൂടി സയൻറ്റിഫിക് ആയിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴോ അവൻ ഭയങ്കര ഫിലോസഫിക്കലാണ്, അവൻ ഭയങ്കര ഫിലോസഫിയാണ്, അവൻ താത്വിക അവലോകനം നടത്തിയിട്ട് സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് പുച്ഛിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ഇതിൽ ചില സ്യൂഡോ ഇന്റലക്ച്വൽസും ഉണ്ട്. ഇന്റലക്ച്വൽസ് ആയി അഭിനയിക്കണം, അത് ഇന്റലക്ച്വൽസ് അല്ലാത്തവരും ഉണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ എപ്പോഴും ഈ സ്യൂഡോ ആയിട്ടുള്ള ആൾക്കാർക്കാണ് പബ്ലിസിറ്റി കൂടുതൽ കിട്ടുക. പബ്ലിസിറ്റി കിട്ടുന്ന ആർക്കും ഇപ്പൊ വൈറലാണെങ്കിൽ ആർക്കും വൈറലാവാം. അതെ, ജോസ് പേരൽ കാണിക്കാണ്ടല്ലോ. ഒരു ശാസ്ത്രീയ മ്യൂസിക് കാണിച്ചാൽ ആരും കാണില്ല, എന്നാൽ ഒരു യാഥാർത്ഥ്യമാണ്. എത്രയോ ഭംഗിയായിട്ട് പാട്ട് പാടുന്ന, എത്രയോ ഭംഗിയായിട്ട് പാരഡി ഗാനങ്ങൾ പാടുന്ന ആൾക്കാർക്ക് സാധ്യതയില്ലാത്തോടത്ത് ഹെയ്റ്റിനെ മാർക്കറ്റ് ചെയ്യാന്ന് പറയുന്ന സംഭവമാണ്. സോ ആർട്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ അതിനെ ഹെയ്റ്റിനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ തോന്നിയ ആളുകൾ ഈ ലോജിക്കിന് പറയുക പോകുന്ന പ്രശ്നമാണ്. ഈ സ്റ്റെം സബ്ജക്ട്സ് ഇവർക്ക് ഒരു കൾച്ചറൽ ഡെവലപ്മെന്റോ ഒരു കലാബോധമോ കലയെക്കുറിച്ച് പഠിത്തമോ അല്ലെങ്കിൽ സിനിമ സ്റ്റഡി ഒന്നുമില്ല. ഇപ്പൊ ഇവർ കാണുന്ന സിനിമകൾ നോക്കിയേ, ഇപ്പോഴത്തെ യൂത്ത് എന്തെങ്കിലും കലാമൂല്യ സിനിമയാണ് കാണുന്നത്. ഇവിടെ വിജയുടെ പടവും രജനികാന്ത് പടങ്ങളിലേക്ക് ആൾക്കാർ കാണുന്നത് ഓഡിയൻസാണ്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള നിലനിൽപ്പാണ് നോക്കുന്നത്. മൂല്യങ്ങളാണ് പിന്നെയും ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മൂവി ഫുൾ 100% ബിസിനസ്സായി മാറുകയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ വേറൊരു രീതിയിൽ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മോഹൻലാലിന്റെ ഈ നരസിംഹമൊക്കെ റിലീസ് ചെയ്യുമ്പോൾ ഹിറ്റാവുന്നുണ്ട്. ഇനി ചിലപ്പോൾ ഗുരു ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഹിറ്റാവാം. അന്ന് പൊളിഞ്ഞു പോയ സിനിമയാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മൂല്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഹെയ്റ്റിനെ മാർക്കറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ടുള്ള നിലനിൽപ്പിന് വളരെ പ്രധാനമായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാർ ദേവദൂതൻ മൂവി കുഴപ്പമില്ല, അത് നല്ല കുറച്ചുകൂടെ ക്രിയേറ്റീവാണ്. മ്യൂസിക്കിനെ കുറിച്ചും ദേവദൂതൻ കണ്ടോ? ദേവദൂതൻ ഒരു മ്യൂസിക്കൽ മൂവിയാണ്.
അത്ര പറയാൻ പറ്റില്ല. അറ്റ് എ ടൈം അതിനൊരു ലവ് എന്ന് പറയുന്ന ഒരു ലെയറിലൂടെയാണ് അത് സഞ്ചരിക്കുന്നത്. അതിലൊരു സ്നേഹത്തിൻ്റെ ഒരു ലെയർ ഉണ്ട്. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ കരിയർ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആൾ കരിയറിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളായിട്ട് അതിൽ വരുന്നത്. പിന്നീട് അയാൾ ഇതിലേക്ക് വരുമ്പോൾ തന്നെയാണ് ആളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത്. ഈ ആർട്ടിലേക്കും ഈ സ്നേഹത്തെ കാണുമ്പോഴാണ് ആളുടെ ജീവിതത്തിലും മാറ്റം വരുന്നത്. അപ്പോൾ ഈ ദേവദൂതൻ എന്ന് പറയുന്നത് ഒരുപാട് ലെയേഴ്സിലൂടെയാണ് കഥ പോകുന്നത്. അവിടെ കോളേജ് കുട്ടികളുടെ സംഭവം വരുന്നുണ്ട്. ഈ പറയുന്ന സിബി മലയിൽ എന്ന് പറയുന്ന ഒരാളുടെ തോട്ട് പ്രോസസ്സ് എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. കാരണം എനിക്ക് സിബി മലയിലെ പേഴ്സണലി അറിയാം. സിബി മലയെക്കാട്ടി എനിക്ക് ഇഷ്ടം ലോഹിതദാസ് ആണ് ശരിക്കും കുറച്ചുകൂടി നന്നായി. പക്ഷെ അത് കുറച്ച് ജീവിതാനുഭവമുള്ള ആളാണ്. പക്ഷേ ലോഹിതദാസ് എന്ന് കല എന്ന് പറയാൻ പറ്റില്ല, ജീവിതമായിട്ട് ബന്ധമുണ്ട്. ഈ ബിഗ് വോളിയം പീപ്പിൾസിനെ ബിഗ് ആയിട്ടുള്ള വോളിയം പീപ്പിൾസിനെ പിടിക്കാനായിട്ട് പ്രിയദർശനെ പോലെയുള്ള ആൾക്കാർക്ക് കഴിയും. പക്ഷെ ലോഹിതദാസിന് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല. പക്ഷെ രണ്ടിലും പെടാത്ത പോലെയാണ്. അതെ, രണ്ടിലും പക്ഷെ ആർട്സിന് ഏറ്റവും കൂടുതൽ കലയ്ക്ക് ഈ പറയുന്ന സൗന്ദര്യശാസ്ത്രത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സിനിമകൾ ചെയ്തിരുന്ന ഒരാളാണ് ഈ പറയുന്ന ലോഹിതദാസ് എന്ന് പറയുന്നത്. ഇവരൊക്കെ കലയ്ക്ക് വേണ്ടി ജീവിച്ച ആൾക്കാരാണെന്ന്. ഇവരെക്കാട്ടുള്ള ജോൺ അബ്രാം, അരവിന്ദൻ, ഇവരൊക്കെയാണ് റിയൽ അങ്ങനത്തെ പവിത്രൻ. ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് അന്നല്ല സിനിമ അറിയപ്പെടുന്ന ഡയറക്ടേഴ്സിന്റെ പേരിലാണ്, അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സിന്റെ പേരിലാണ്. അതെ, ഇന്നിപ്പോ എന്ത് ഇപ്പോഴത്തെ ആളുകളുടെ എസ്തെറ്റിക് സെൻസ് എനിക്ക് മനസ്സിലാവാത്ത. പക്ഷേ പുഷ്പ 2 ഇറങ്ങിയപ്പോൾ എന്നോട് ചാനൽ വിളിച്ചപ്പോൾ പറഞ്ഞു ഒരു എസ്തെറ്റിക് സെൻസും ഇല്ല ഇപ്പോഴത്തെ 2K കേസ്. അതിൽ വല്ല മൈനോട്ടോ കുറച്ച് പേർക്കേ ഉള്ളൂ. മിക്കവാറും ഈ മാസ് മസാല പറയുകയാണ്. ഈ ജോൺ വിക്ക് പോലെയുള്ള ഇപ്പോൾ മൂവീസ് ആണെന്നുണ്ടെങ്കിൽ, ജോൺ വിക്ക് പോലെയുള്ള മൂവീസ് നോക്കുകയാണെങ്കിൽ പോലും കുഴപ്പമില്ല, അറ്റൻഡ് ചെയ്യണമെങ്കിൽ അറ്റൻഡ് ചെയ്തോളൂ കേട്ടോ, നമുക്കത് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ജോൺ വിക്ക് പോലെയുള്ള മൂവീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജോൺ വിക്ക് 1 വന്നു, 2 വന്നു, 3 വന്നു. അതെ, പക്ഷെ അതിൻ്റെ പ്ലോട്ട് നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും സെയിമാണ്. വയലൻസാ കഥാതന്തു എന്ന് പറയുന്നത് എല്ലാത്തിലും സെയിമാണ്. ഇതിൻ്റെ ലെയേഴ്സിൽ മാത്രമാണ് അവർ ചേഞ്ചസ് കൊണ്ടുവന്നത്. ആസ് എ സെൻട്രൽ പോയിന്റ് നോക്കുമ്പോൾ കഥ എല്ലാത്തിൻ്റെയും ഒന്നാണ്. ഈ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട് ആകുമ്പോഴേക്കും ഒരു തേർഡ് പാർട്ടൊക്കെ ആകുമ്പോഴേക്കും ആൾക്കാർക്ക് അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഫോർത്ത് പാർട്ട് തൊട്ടിട്ട് ആൾക്കാർ വിജയിപ്പിക്കില്ല. സത്യത്തിൽ ഡയറക്ടറിൻ്റെ ക്രിയേറ്റിവിറ്റി ലൈമയിലേക്ക് ഒരു മനുഷ്യൻ വരുമ്പോഴാണ് സത്യത്തിൽ ഈ സെക്കൻഡൊക്കെ എടുക്കാനായിട്ട് നിർബന്ധിതമാവുന്നതെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇപ്പോൾ എനിക്ക് ഹോളിവുഡ് സിനിമയെക്കാട്ടും ഇഷ്ടപ്പെട്ട് മലയാളം, ബംഗാളി, മറാഠി ഇങ്ങനത്തെ ഒരുപാട് സിനിമ ഫിലിം ഫെസ്റ്റിവൽ പോവുകയും നാഷണൽ അവാർഡ് കിട്ടുന്നുണ്ട്. ഒരുപാട് ഹോളിവുഡ് മെയിൻലി ടെക്നോളജി എൻ്റർടൈൻമെൻറ്റാണ്. പക്ഷേ മലയാളം, ബംഗാളി, മറാഠി അവിടെ കുറേ നല്ല മൂവീസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആർട്ടിസ്റ്റിക്കും ലിംഗ്വിസ്റ്റിക്കും ആയിട്ട്. ഇപ്പോൾ ഈ പറയുന്ന കലയ്ക്ക് മൂല്യം കൊടുത്തുകൊണ്ട് ഇറക്കിയിട്ടുള്ള നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച കണ്ട സിനിമ മിഡ് നൈറ്റ് സിസ്റ്റർ, അത് രാധിക ആപ്തെ നല്ല ആക്ട്രസ് ആണ്. ഇപ്പോൾ ശബാന ആസ്മി പോലെയോ അല്ലെങ്കിൽ സ്മിത പട്ടേൽ പോലെയോ അങ്ങനത്തെ ഒരു ആക്ട്രസ് ആണ്. പക്ഷെ ക്രൗഡിനെ സൃഷ്ടിക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളൂ. ഒരു മൈനോറിറ്റിയാണ്. ഇവർ ക്ലാസ് ഓഡിയൻസുള്ള ഫിലിമാണല്ലോ. അതെ, എപ്പോഴും മാസാണ് ഏറ്റവും കൂടുതൽ. എന്നും ഏറ്റവും കൂടുതൽ ഓടിക്കുന്ന മാസ് പടങ്ങളാണ്. കാരണം മാസാണ് പോപ്പുലേഷൻ. ഇതേപോലെ ഇങ്ങനെ എസ്തെറ്റിക് ആയിരിക്കും ചിന്തിക്കുന്ന ശതമാനം ആൾക്കാർ കുറവാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ആർട്ട് മൂവീസ് പറ്റിക്കപ്പെടുത്ത് ഓടാത്തത്. ഇപ്പോൾ പക്ഷേ കല എന്ന് പറയുന്നത് സാമ്പത്തികത്തിനും അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു മേഖലയാണ്. അങ്ങനെ സാമ്പത്തികം അല്ല, പക്ഷെ ജീവിക്കണമെങ്കിൽ പൈസ വേണം. ജോയ് മാത്യു പറഞ്ഞ പോലെ ജീവിക്കണമെങ്കിൽ കുറച്ച് കാലം, സിമ്പിൾ ലൈഫിലേക്ക് കുറച്ച് മതി. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ജോൺ അബ്രാമിന് പോലും പലയിടത്തും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കൽ പുള്ളി ഒരു പടം 4 പടത്തിൽ ഒരു പടം പുള്ളി കുറച്ച് ഫിനാൻഷ്യലി ആയിട്ട് ചെയ്തതാണ്. അതേപോലെ പുള്ളി പ്രേംനസീറിൻ്റെ അടുത്ത് പോയി ഡേറ്റ് വാങ്ങിച്ചു. കാരണം പുള്ളിക്ക് അപ്പോൾ ഇത് വേണം, ബേസിക് ഇത് വേണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. എന്നാലും കലയെന്ന് പറഞ്ഞാൽ പണമല്ല. അവിടെയാണ് എനിക്ക് മോഹൻലാലിനോട് വിയോജിപ്പായിരുന്നു. പുള്ളി കുറച്ചൊരു മണിമേണ്ടറായി തോന്നി. മണിമേഡെന്ന് മാത്രമല്ല, ഇപ്പൊ നോക്കുകയാണെങ്കിൽ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം, ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കഥാപാത്രത്തിനെ പ്ലേസ് ചെയ്യുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ലൈഫിൽ അയാൾ ഇതുവരെ എത്തി നിൽക്കുന്നത് എന്താണെന്നുള്ളത് ഒരു പക്ഷേ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ട് മനസ്സിലാവും. അതിൻ്റെ മൊത്തം ഹിസ്റ്ററി കാണിക്കാതെ തന്നെ മനസ്സിലാക്കി തരും. അതായിരുന്നു ഈ ലോഹിതദാസ്, പത്മരാജൻ, ഭരതൻ, ഈ പറയുന്ന സിബി മലയിൽ ഈ പറഞ്ഞ പോലുള്ള ആൾക്കാരൊക്കെ ഈ ക്യാരക്ടറൈസേഷൻ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള ഡയറക്ടേഴ്സ് അങ്ങനത്തെ മൂവീസ് ഇപ്പോൾ എനിക്ക് മനോജ് കെ ജയനാൽ അറിയാം. മനോജ് കെ ജയനാൽ അങ്ങനത്തെ ഫിലിംസ് ചെയ്യുന്ന ആളാണ്. ഇപ്പം അങ്ങനത്തെ ഫിലിംസ് വരുന്നില്ല. പക്ഷേ ഇപ്പം മലൈക്കോട്ടെ വാലിബൻ ക്യാരക്ടറൈസേഷൻ ഇമ്പോർട്ടൻസ് കൊണ്ടാണ് ആൾക്കാർ കാണാൻ. ഇന്നത്തെ ഓഡിയൻസ് ആണ്, അവർക്ക് ക്ഷമയില്ല. അതെ, ടെക്നോളജിയുടെ വെള്ളമുണ്ട്. മലൈക്കോട്ടെ വാലിബൻ നല്ലൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയാണ്.
ശരിക്കും കഥാസന്ദർഭം ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആരും കലയെ നോക്കില്ല. എല്ലാവരും നോക്കുന്നത് എന്താണ് കുറെ മേക്കിങ്ങും ഇങ്ങനത്തെ മാസ്റ്റർ അതൊക്കെയാണ് നോക്കുന്നത്. ലാഗ് ഉണ്ടാവരുത്, ലാഗ് ഉണ്ടാവും. കഥാസന്ദർഭങ്ങൾ നമ്മൾ കൊടുക്കരുത്. രണ്ട് കാര്യമുള്ളൂ, ഞാൻ പടം കാണുമ്പോൾ ലാഗ് പാടില്ല, മാർക്കറ്റ് ചെയ്യാം. ഈ രണ്ട് കാര്യം മതി, വേറെ ഒന്നും വേണ്ട. തീർച്ചയായിട്ടും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ കഥാതന്തുക്കൾ തന്നെ എടുത്തിട്ട് പ്രൊവോക്ക് ചെയ്ത് ജനങ്ങളിലേക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 80s 90s കിഡ്സിന് മൂൺ വാക്ക് പോലെ മൂവീസ് 80s 90s അങ്ങനത്തെ കുറെ ഇതാണ്. പക്ഷേ ഈ പേട്ട എന്ന് പറഞ്ഞിട്ടുള്ള തമിഴ് മൂവിയൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കര ചർച്ചയുണ്ടായിരുന്നു. പേട്ട അതേപോലെ തന്നെ ഇപ്പൊ അവസാനമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ഒരു നരിവേട്ട, നല്ല സിനിമയാണ്. നരിവേട്ട അതൊരു ആർട്ടിനെക്കാട്ടും ജീവിതത്തിൽ വേണ്ടുള്ള ഫിലിമാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നരിവേട്ട എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ മികച്ച സിനിമ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യലായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നരിവേട്ട ടോവിനോ സ്റ്റാറാണ്. പുള്ളി ആ സ്റ്റാർഡം നോക്കാതെ ഇങ്ങനത്തെ സിനിമ ചെയ്ത് അപ്രിഷിയേറ്റ് ചെയ്യണം. പക്ഷെ എന്നിരുന്നാലും നരിവേട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ എനിക്ക് പൂർണ്ണമായിട്ട് തൃപ്തി തന്നതല്ല യാഥാർത്ഥ്യത്തിൽ പറയുകയാണെങ്കിൽ. അതെന്താ കാര്യം എന്ന് വെച്ചാൽ അതിനെ കുറച്ചും കൂടി കൊമേഴ്ഷ്യൽ ആക്കാനായിട്ടും ക്യാരക്ടറൈസേഷൻ മിസ്സാക്കുന്ന രീതിയിൽ ആ സിനിമയെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇത് കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. അതെ, കൊമേഴ്ഷ്യലൈസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ആ സിനിമ. പക്ഷേ 2K കേസിന് സംഭവം എന്താണെന്ന് അറിയില്ല. അത് അങ്ങനെയുള്ളൊരു കാര്യം കൊണ്ട് ഈ സിനിമ ബെറ്റർ ആണ്. സീരിയസ്ലി ഈ നരിവേട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ. അതുപോലെ ഞാൻ ഭയങ്കര കലാമൂലി വെച്ചല്ല, ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സംഭവം കൊണ്ട് ആ രീതിയിൽ എടുക്കണം. തീർച്ചയായിട്ടും. ഇപ്പോൾ എപ്പോഴും നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിലിം ഫെസ്റ്റിവൽ നോക്കാം, അതേപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന അക്കാദമി പ്ലേസുകളും നോക്കാം. ഇവിടെയൊക്കെ വരുന്ന ഗ്രൂപ്പ് ഒരിക്കലും ഈ കൊമേഴ്ഷ്യൽ സിനിമകളുടെ ഭാഗമാവുന്നില്ല. അവർക്ക് എപ്പോഴും കലാമൂല്യത്തെ പ്രണവ് മോഹൻലാൽ അങ്ങനെയാണ്. പുള്ളി ഇപ്പോൾ ബ്രഹ്മയുഗം തീം പോലെ സിനിമ ചെയ്യാം. പുള്ളിയിൽ അങ്ങനത്തെ ഒരാളാണ്. ശരിക്കും ഇപ്പോഴല്ലേ സോളിറ്റ്യൂഡ് ആൻഡ് ഹ്യൂമാനിറ്റി, ഒരു സൈലൻസ്, അതൊന്നും ഇപ്പോഴത്തെ പുതിയ ഈ പറയുന്ന പ്രണവ് മോഹൻലാലിനെ സംബന്ധിച്ചേ ആൾക്ക് ബുദ്ധനെ പോലെയാ. ശരിക്കും ബുദ്ധനെ പോലെയാ. എന്താ കാര്യം എന്ന് വെച്ചാൽ എല്ലാം അനുഭവിച്ചു, ഇനി ഒന്നും ആൾക്ക് ഒന്നിനോട് ഒരു വില ഉണ്ടാവില്ല. ബുദ്ധന്റെ ആ സ്റ്റൈലാണ് എല്ലാം. പുള്ളിക്ക് അങ്ങനത്തെ മൂവീസ് ഇഷ്ടം, ബ്രഹ്മയുഗ ടീം ചെയ്യുന്ന അങ്ങനത്തെ മൂവീസ് പുള്ളിക്ക് ഇഷ്ടം. ഈ ദാരിദ്ര്യമുള്ള ഒരു മനുഷ്യനാണ് ആക്രാന്തം ഉണ്ടാവുക, അല്ലെങ്കിൽ പരിമിതികൾക്കുള്ളിൽ നിലനിൽക്കുന്ന ഒരു മനുഷ്യനാണ് ആവേശം ഉണ്ടാവുക. ഇതെല്ലാം അനുഭവിച്ച ഒരാൾക്ക് ഇതൊന്നും വേണ്ട. ആ ഒരു കാറ്റഗറിയിലാണ് എല്ലാവരും. അതേപോലെ വേറെ പിള്ളേരുണ്ട്, പക്ഷെ എല്ലാവരും ആരെങ്കിലും വരുന്നില്ല. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. സോ ഈ പറയുന്ന ഒരു കക്ഷിക്ക് ആക്ച്വലി മോഹൻലാൽ പറയാൻ നടന്ന് ഈ ഘട്ടത്തിലുള്ള ഈ കൊമേഴ്ഷ്യൽ വിട്ട് നല്ല നല്ല മൂവീസ് ചെയ്യാൻ പറ്റും. കൊമേഴ്ഷ്യൽ പറയാനാണ്. ഒരു പക്ഷേ ഇവർ ഈ പറയുന്ന ആക്ടേഴ്സിനേക്കാളൊക്കെ കൂടുതൽ ഇന്ന് പ്രമുഖരായിട്ടുള്ള എക്സ്പീരിയൻസ്, ലൈഫ് എക്സ്പീരിയൻസ് കൂടുതൽ പ്രണവ് മോഹൻലാലിനായിരിക്കണം. കാരണം പുള്ളി ലോകം മുഴുവൻ കറങ്ങി, അതെ, ബുക്കുകൾ വായിക്കുക, ആൾക്കാരെ പരിചയപ്പെടുക, ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ, ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഇതിനെ നല്ല രീതിയിൽ നടക്കാൻ മോഹൻലാലിന് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ പുള്ളിക്ക് പറ്റിയില്ല. ഇതിനെ നല്ല രീതിയിൽ സിനിമ നടത്തിയിട്ട് പത്മരാജന്റെ ഒപ്പം ഇന്ത്യ മുഴുവൻ കറങ്ങാൻ വേണ്ടി ഇരുന്നതാണ്. ഇതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ അയാളുടെ കലയെ ആർട്ട് മൂവീസ്, അങ്ങനത്തെ മൂവീസ് പുള്ളി താല്പര്യം. തീർച്ചയായിട്ടും. പുള്ളി ഇപ്പോൾ പല സിനിമ ചെയ്യാത്ത അങ്ങനത്തെ പുള്ളി ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആർട്ടിസ്റ്റിക് മൂവി സിനിമ വരാത്തതുകൊണ്ടാണ്. ഇന്നിപ്പോൾ ദർബാർ ഹാളിലുള്ള ഈ പെയിന്റിങ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? ഞാൻ ആലോചിക്കാം, പുതിയ ജനറേഷൻ പിള്ളേർക്കൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഈ 2K കിസ്സ ഇവരെല്ലാം തൊപ്പിന് പറയും, പെരേര പറയുകയാണ്. പക്ഷെ ഇന്നും ഈ പറയുന്ന ഫൈനാൻസ് കോളേജുകളിൽ സീറ്റുകൾ ഫുള്ളാണ്, പഠിക്കുന്ന പിള്ളേരുണ്ട്. സ്കൾപ്ചറും പെയിന്റിംഗ് മൈനോറിറ്റിയാണ്. ശരിക്കും ഇന്റലക്ച്വൽസ് എപ്പോഴും മൈനോറിറ്റിയാണ്. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഇന്ന് കുടുംബങ്ങളിൽ കലാവാസനയുള്ള ഈ പറഞ്ഞ പോലെയുള്ള പെയിന്റിങ്സിലേക്കും കാര്യങ്ങളിലേക്കും തിരിയാണെങ്കിൽ പറയാം കഞ്ചാവാവും, അല്ലെങ്കിൽ ഇതുപോലെയാവും. റോങ് തിങ്കിങ്, വളരെ ഹെൽത്തി ആയിട്ടും വളരെ ഹൈജീനിക് ആയിട്ടും ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ള പ്ലേസ് തന്നെയാണ്. പക്ഷെ എല്ലാ മേഖലകളിലും ഇതുണ്ട്. പക്ഷെ ആർട്ടിലേക്ക് മാത്രം കാണുമ്പോൾ ആർട്ടിന് ഇപ്പൊ കള്ള്, സെക്സ് അല്ലെങ്കിൽ ഡ്രഗ്സ് ഇതൊരു സ്റ്റിമുലേഷൻ ആണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഷെർലോക്ക് ഹോംസ് ബുക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് ഡ്രഗ്സ് വേണം പറയാനുണ്ട്. വയലാരം പറയുമ്പോൾ കവിത ലിറിക്സ് ചെയ്യുമ്പോൾ അയാൾക്ക് കള്ള് വേണം പറയാനുണ്ട്. ഇതേപോലത്തെ ക്രിയേറ്റിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആൾക്കാർ സംഭവങ്ങളാണ്. അതേപോലെ തകഴി പറഞ്ഞിട്ട് തകഴിക്ക് നോവൽ ചെയ്യുമ്പോൾ കള്ളു കുടിക്കണം പറയാൻ, ഒരു ഇമാജിനേഷൻ അങ്ങനെയൊക്കെ പോകണമെങ്കിൽ ആ ഒരു ഫേസ് നല്ലതാണ്. പക്ഷെ ഒരു കാര്യം അത് ഇല്ലാതെയും ചെയ്യുന്നവരും ഉണ്ട്. ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് നിലനിന്നിരുന്ന ഒരു സൗന്ദര്യശാസ്ത്രം ബേസ് ചെയ്തിട്ട് സിനിമകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും പെയിന്റിങ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും സിനിമകളിലും നോക്കുകയാണെന്നുണ്ടെങ്കിലും മൂവിയല്ല ഭരതൻ ഒരു പെയിന്റിംഗ് ഡെവലപ്പ് ചെയ്ത
ആ സത്യത്തിൽ നമുക്കിപ്പോൾ ചില ഫ്രെയിമുകൾ കാണുമ്പോൾ നമുക്കത് പെയിൻറ്റിങ്സ് ആയിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നത് പോലെ ഫീൽ ചെയ്യും. അത് വരച്ചിട്ടുള്ളത് അതേ ഫ്രെയിമിലേക്ക് പകർത്താന്ന് പറയുന്നതൊക്കെയാണ് ഭരതൻ്റെ ബ്രില്യൻസ് എന്ന് പറയുന്നത്. കാരണം അതേപോലെ നമ്മുടെ മാധവിക്കുട്ടി നല്ല ഇമാജിനേഷനുള്ള ആളാണ്. മാധവിക്കുട്ടി എന്ത് സംസാരിക്കുമ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടാണ് സംസാരിക്കുക. അവരുടെ ഫേസിൽ അതിന്റെ ഒരു മാനറിസം ഉണ്ടായിരിക്കും. നല്ല ഇമാജിനേഷൻ ഉണ്ട്, ഭാവനയുള്ള ആളാണ്. ഭാവന എന്ന് പറഞ്ഞാൽ അത് ചെറുപ്പത്തിൽ അവർ ഇൻഡിപെൻഡന്റ് ആയി വളർന്നു, സ്വതന്ത്രമായി വളർന്നു, ഫാമിലി സെറ്റപ്പ് അങ്ങനെയാണ്, അവരുടെ ചിന്തകൾ വളർന്നു. അവരൊരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എല്ലാത്തിനും ആൻസേഴ്സ് കൊടുക്കാനുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. സോ ഈ പിന്നീട് അവർക്കുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ആരും കൊടുക്കേണ്ടി വരുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയും മാധവിക്കുട്ടീനെ സംബന്ധിച്ചിട്ടുണ്ട്. സോ ഈ പറയുന്ന അതേ മാധവിക്കുട്ടി സെക്സുവൽ കാര്യങ്ങളുടെ ആർട്ടാണ്. പക്ഷെ അതിന് ഇവിടുത്തെ മതങ്ങളും മറ്റും ചേർന്നാണ് മോശമാക്കി പോകുന്നത്. എന്തിനാ അത് മോശമായിട്ട് എനിക്ക് മനസ്സിലാവില്ല. അതിനോട് പറയാനേ പാടില്ല. നമ്മൾ ഫേസ്ബുക്കിൽ ഇതൊന്നും എഴുതാൻ പോലും പാടില്ല. എഴുതി അപ്പം തന്നെ കോപ്പറേറ്റ് അടിക്കുകയാണ്. തീർച്ചയായിട്ടും. പക്ഷേ ഇതിനെ എത്രയും മോശം കണക്കാക്കേണ്ട ആവശ്യം എന്താണ്? ഇതേ ബാക്ക്ഗ്രൗണ്ട് തന്നെ നോക്കുകയാണെങ്കിൽ അരുന്ധതി റോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോ അതേ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണുള്ളത് അല്ലേ? പക്ഷേ അവർ കുറച്ച് റിബല്യസ് ആണ്, കുറച്ചൊരു തിക്തമായ ജീവിതാനുഭവം ഉണ്ടായിരുന്നു, അഗ്രസീവ് ആണ്. പിന്നെ സാമൂഹികമായിട്ട് അവര് ഭയമില്ലാതെ സംസാരിക്കാൻ തയ്യാറായിട്ടുള്ള അവരിപ്പോ ഗാന്ധിക്കാട്ടി മോശം അംബേദ്കർ മറ്റേക്കാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ ബുക്കർ പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷവും അവരൊരിക്കലും വിധേയപ്പെട്ട് സംസാരിക്കുന്ന പരിപാടി ഇല്ല. പല ആൾക്കാർക്ക് അവാർഡ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിധേയപ്പെടലാണ്, അവരുടെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടും അതോട് കൂടിയിട്ട്. ഇന്ന് പല കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ട് കേരളത്തിലെ അറ്റ്മോസ്ഫിയർ ഇപ്പൊ ഡൽഹിയിലും നല്ല ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ പോകും. ഡൽഹിയിൽ ചില യൂണിവേഴ്സിറ്റിയിലും കോളേജിലെല്ലാം ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. പിന്നെ ബംഗാളിൽ പണ്ട് ഇപ്പോൾ ഉണ്ടോന്നറിയില്ല, ബംഗാളിൽ അങ്ങനെ കുറെ ഇന്റലക്ച്വൽസ് ഉണ്ടായിരുന്നു. ബംഗാളിൽ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ പിള്ളേർക്ക് ദേ വാണ്ട് ടു ബി ഇന്റലിജന്റ് ബട്ട് ദേ ഡോണ്ട് വാണ്ട് ടു ബി ഇന്റലക്ച്വൽ. ഇതിൽ വേറൊരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ ബംഗാളിൽ നല്ല സിനിമകൾ ഉണ്ടാവാന് അവിടുത്തെ സോഷ്യൽ സിറ്റുവേഷൻസിൽ വരുന്ന ഒരു ക്രൈസിസ് ഉണ്ടല്ലോ, അത് വളരെയധികം അവരെ ഉപകരിക്കുന്നുണ്ട്. പിന്നെ സിസ്റ്റം എന്ന് പറയുന്നത് അവരെ സിസ്റ്റമാറ്റിക് ആക്കിയിട്ടില്ല. കേരള ജനത തന്നെയാണെങ്കിലും ഈ പറയുന്ന തമിഴ് ജനത തന്നെയാണെങ്കിലും എല്ലാത്തിനും ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. മീഡിയ എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. മലയാളികാരും പറഞ്ഞ മലയാളികളിൽ ഇപ്പോൾ ഫ്രോഡുകൾ കൂടി വരികയാണ്, ജെന്യൂൻ ആൾക്കാർ കുറവാണ്. ജെന്യൂനിറ്റി എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള നിലനിൽപ്പില്ല. ചിലപ്പോൾ മരണത്തിന് ശേഷമാണെങ്കിൽ പോലും അതിൻ്റെ ബെനിഫിറ്റ്സ് സമൂഹത്തിൽ കാണും. മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരെല്ലാം അറിയപ്പെടുന്ന മരണ ശേഷമാണ് അതെ അവരുടെ പെയിന്റിങ്സ് റൈറ്റിംഗ്സിൽ വരുന്നത്. അത് ജെന്യൂനിറ്റിയാണ്. ആ പ്രതിബദ്ധത ഓട്ടോമാറ്റിക് ആയിട്ട് ഏത് കാലഘട്ടത്തിലേക്ക് ചിലപ്പോൾ കാലഘട്ടത്തിന് അതിജീവിച്ച് അവരുടെ വർക്ക് കെടുക്കുന്നതുകൊണ്ടാണ്. അതെ, അതുകൊണ്ടാണ് അവർ മരണത്തിന് ശേഷം അറിയപ്പെടുന്നത്. ഭൂരിഭാഗം ആൾക്കാർ മരണശേഷമൊക്കെയാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഇവരൊക്കെ സത്യത്തിൽ ഫിലോസഫേഴ്സ് ആയിരുന്നു. ഈ പറയുന്ന ഫിലോസഫേഴ്സ് തന്നെയായിരുന്നു സയൻസുമായിട്ട് ബന്ധപ്പെട്ട്. ഒരു ആർട്ടിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു ഫിലോസഫറാണ്, കലയ്ക്ക്. അതുപോലെ സോഫ്റ്റ്വെയർ മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്ത ആളാണ് ബീത്തോവന്റെ. പക്ഷെ ആ കാലഘട്ടത്തിൽ തന്നെ ഹിറ്റ് ആയിരുന്നു. ബീത്തോവൻ, മൊസാർട്ട്, പിക്കാസോ, എത്ര പേരുണ്ട്. പിന്നെ ബേസിക് ആയിട്ടുള്ളൊരു വേറൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ പിക്കാസോ ഈ പറയുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ സ്ട്രഗിളും കാര്യങ്ങളും അനുഭവിച്ച് അവർ ലൈഫിലേക്ക് വരുന്ന ഒരു സംഭവം. പക്ഷേ രാജാ രവിവർമ്മേനെ നോക്കുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അളവുകോലുകൾ വെച്ചിട്ടുള്ള ചിത്രങ്ങളാണ്. ആളൊരിക്കലും ആ സ്ട്രക്ചേഴ്സ് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇവിടെ ഇപ്പോൾ അടൂർ ഭാഷ സിനിമ എടുത്താൽ പുള്ളി ഒരു സ്ട്രക്ചറിലാണ് പോകുന്നത്, എക്സ്പെരിമെന്റ് ചെയ്യുന്നില്ല. അതെ, എന്നാൽ KG ജോർജ് കുറെ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. ഈ സന്തോഷ് ശിവന്റെ ഫ്രെയിമുകളെ കുറിച്ചിട്ട് എന്താ വിചാരിക്കുന്നത്? ഞാൻ അത്രയും ലെവലിലേക്ക് പോയിട്ടില്ല, എന്നാലും ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. ഞാൻ പുതിയതായിട്ടാണ് നോക്കുന്നത്. ആൾക്ക് എപ്പോഴും ഒരു ഇപ്പം എനിക്കിപ്പോൾ പൃഥ്വിരാജ് പ്രിയദർശൻ കൊമേഴ്സ് ഫിലിം മേക്കർ ആണെങ്കിലും അയാളുടെ ചില വിഷ്വൽ ബ്യൂട്ടികളുണ്ട്. ചില തേന്മാൻ കോമറ്റിൽ കാണിക്കുന്നത് പ്രകൃതിയെ കാണിക്കുന്നത് തേന്മാൻ കോമറ്റിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. പുള്ളി പറയുന്നത് പുള്ളി MTയുടെയും അല്ല റൈറ്റിങ്സ് കുറെ വായിച്ചിട്ടുണ്ട്. പിന്നെ ഈ MTയുടെ ഒക്കെ റൈറ്റിങ്സ് വായിക്കുമ്പോൾ അവർ കഥാപശ്ചാത്തലം അതുപോലെ വിവരിക്കും. സോ അതിനെ പ്ലേസ് ചെയ്യാതെ അവർ വിടില്ല. അതുകൊണ്ട് തന്നെ അതിൽ ഇൻഫ്ലുവൻസ് ആവുന്ന ആൾക്കാർ വീഡിയോഗ്രാഫിയിൽ അതേപോലെ തന്നെ അവരുടെ വിഷ്വലൈസേഷൻ അവരുടെ മൈൻഡിലേക്ക് ഒരിക്കലും നമ്മളവിടെ ഈ വിഷ്വൽ കലാകാരനാണ്, ജന്മന കലാകാരനാണ്. അതിൽ നമുക്കിങ്ങനെ ഇങ്ങനെ അക്വയർ ചെയ്യാൻ പറ്റില്ല. ജന്മന ഒരു ടാലൻറ്റുമാണ്.
പക്ഷെ കച്ചവട മേഖലകളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അവനെ ഒരു ഫോർമുല മാത്രം അറിഞ്ഞാൽ മതി. ഫോർമുല നമ്മൾ കാണുന്ന പല സിനിമകളല്ല ഫോർമുല ഇപ്പൊ വേൾഡ് സിനിമയ്ക്ക് റിയൽ സിനിമ. കാരണം നമ്മൾ ഇപ്പോഴത്തെ സിനിമ കണ്ടിട്ട് കുഴപ്പം അറിയാം, ഇമോഷണൽ എനർജി ഡിപ്ലീറ്റ് ആവും, അഡിക്ഷൻ വരും, ജീവിതത്തിൽ റിയാലിറ്റി ഡിബേറ്റ്. ശരിക്കും വേൾഡ് ഫിലിംസ് ഒക്കെ റിയൽ ഫിലിംസ് ഫിലിം ഫെസ്റ്റിവൽ പോയി കാണാൻ പറ്റില്ല. അത് ഇപ്പോഴത്തെ യൂത്തിന് കുറേ ചാൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ. ഇവിടെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫോർമുലയാണ്. ഇന്ന ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന സിനിമകൾ ഹിറ്റാവുമെന്ന് പറയാം. ഇപ്പോൾ വിജയുടെ സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന സ്റ്റാർഡം ബേസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫോർമുലാസാണ്. അവർ നോക്കുകയാണെങ്കിൽ സെയിം ഫോർമുലയിൽ 4 സിനിമ ഇറക്കും. 5ാമത്തെ സിനിമ പൊളിയുമ്പോൾ മാത്രമാണ് യാതൊരു ആർട്ടില്ല, പ്യൂർലി ബിസിനസ്, കച്ചവടം. 5ാമത്തെ സിനിമ പൊളിയുമ്പോൾ മാത്രമാണ് അവർ ഫോർമുല മാറ്റി പിടിച്ച് പുതിയ ഫോർമുലയിലേക്ക് കടക്കുള്ളൂ. അല്ലെങ്കിൽ പുതിയ ഫോർമുല ഏതെങ്കിലും ഹിറ്റായിട്ട് വേണം ആ ഫോർമുലയിലേക്ക്. സിനിമയെ കലയെ കണക്കാക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഒരുപാട് ആൾക്കാർക്ക് ബിസിനസ്സാണ്. തീർച്ചയായിട്ടും. അങ്ങനെ കലയെ കണക്കാക്കിയാണ് ജോൺ അബ്രഹാം, ഭരതൻ, പത്മനാഭൻ. പക്ഷേ ഇവരൊന്നും ഫിനാൻഷ്യൽ കുറച്ച് പ്രോബ്ലം. ശരിക്കും യഥാർത്ഥ കലാകാരൻ ദരിദ്രനാണെന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും യഥാർത്ഥ കലാകാരൻ ദരിദ്രനാണ്. യാഥാർത്ഥ്യമാണ്. കാരണം അവനാർക്കും വേണ്ട. കാരണം അത്രയ്ക്ക് ഇന്റലക്ച്വൽ ആയിട്ടുള്ള പീപ്പിൾസ് അല്ല ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. ഇവിടെ നമ്മളിപ്പോൾ ഇപ്പൊ ഈ വീഡിയോ ഇട്ട് നോക്കും, ഇത് അത് ആൾക്കാർ കാണില്ല. എന്നാൽ പെരേര പോലെ ഇവിടെ ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ട് വൈറലാണ്. തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഞാൻ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നിവിൻ പോളിയുടെയും ദുൽഖർ സൽമാൻ്റെയും നോക്കുകയാണെങ്കിൽ ജോമോൻ്റെ സുവിശേഷം ഇറങ്ങിയതിൻ്റെ ഒപ്പം തന്നെ ജേക്കബിൻ്റെ സ്വർഗരാജ്യം വന്നു. സോ സെയിം ഫോർമുലാസാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതേപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CIA വന്ന ടൈമിലായിരുന്നു സഖാവ് ഇറങ്ങിയത്. അതേപോലെ തന്നെ ആ ടൈമിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും നോക്കുകയാണെങ്കിൽ നിവിൻ പോളിയുടെ പ്ലോട്ടുകൾ കോപ്പി ചെയ്തിട്ടായിരുന്നു ദുൽഖറിൻ്റെ സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഷോർട്ടാമേ ഉള്ളൂ. അതെ. പക്ഷെ നിവിൻ എപ്പോഴും സർച്ചിങ്ങിലായിരുന്നു. നിവിനെ സംബന്ധിച്ച് നിവിൻ്റെ ഹേജൂഡ് നല്ല മൂവിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓഡിയോ അറിയില്ല, ഹേജൂഡ് നല്ല മൂവിയാണ്. തീർച്ചയായിട്ടും. പിന്നെ പക്ഷേ ഈ തുറമുഖം നല്ല മൂവിയായിരുന്നു. പക്ഷെ ആ രീതിയിൽ അതിന് സക്സസ് കിട്ടിയില്ല. പക്ഷെ തുറമുഖത്തിന്റെ രാജീവ് രവിയിൽ വളരെ ജെന്യൂൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആളുടെ ക്യാരക്ടർ ഡിസൈനിങ്, ക്യാരക്ടറൈസേഷനിൽ ആൾ ഫോക്കസ് ചെയ്യുന്ന മെത്തേഡ്, അതൊരു ആക്ടറിനെ എത്രത്തോളം നന്നായിട്ട് ബ്രീഫ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് ബ്രീഫ് ചെയ്ത് ആക്ടറിനെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. അത് കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന ഒരു സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ദുൽഖർ മാത്രം ഒരു സ്പേസിലേക്ക് ഉണ്ടാവും, ബാക്കിയുള്ളവരൊക്കെ അവിടെ അങ്ങനെ അടിച്ച് തകർത്തുകൊണ്ടിരിക്കും. ഈ ജനറേഷനിൽ റിയൽ ഫിലിം ആ ഒരു മൈൻഡ് ഉള്ളത്. പക്ഷേ ഒരു പക്ഷേ ഇപ്പോൾ ദുൽഖർ ഇപ്പോൾ എടുത്തിട്ടുള്ള ഒരു ഗ്യാപ്പ് ഒരു പക്ഷേ നല്ലൊരു തുടക്കത്തിന് കാരണമാവാനുള്ള സാധ്യതയുണ്ട്. കാരണം കൊമേഴ്സ്യൽ ബോധമല്ല, അല്ല നോക്കുന്നു. നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ കൊമേഴ്സ്യൽ നോക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. ആള് അത് നോക്കാത്തതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ആൾ ആ സീരീസ് ഫോളോ ചെയ്തപ്പോൾ അത് ഫെയിലായി. ഇപ്പൊ നിവിന്റെ ആ ഒരു സീരീസ് ഫോളോ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ അത് ഫെയിലായി. നിവിന്റെ ഭാഗത്ത് അത് സക്സസ് ആയി. ജെന്യൂൻ ആണ്. വൈഫ് ഗീതു മോഹൻദാസും ജെന്യൂൻ ആണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള സംഭവം രാജീവ് രവി ജെന്യുവിനാണ്. സീരിയസ്ലി രാജീവ് രവി ജെന്യുവിനാണ്. അവരുടെ സിനിമകളൊക്കെ ജെന്യുവിനാണ്. സീരിയസ്ലി അത് കാലഘട്ടത്തിൽ പ്രസന്റ് ചെയ്യേണ്ട സാധനങ്ങൾ മാത്രമാണ് ആള് അതാത് കാലഘട്ടങ്ങളിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഈ തുറമുഖമാണെന്നുണ്ടെങ്കിലും ഹൈ പൊളിറ്റിക്കായിട്ടുള്ള സംഭവങ്ങളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് സാധാരണ ജനങ്ങളിലേക്ക് അത് ഹൈ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളിടത്താണ് ജനങ്ങളുടെ സാമൂഹിക വളർച്ച ഉണ്ടല്ലോ, സാമൂഹികമായിട്ട് ജനങ്ങളുടെ വളർച്ച. അതെ. അപ്പോൾ ആ വളർച്ച ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സിനിമകൾ പൊളിയുന്നതും ഇങ്ങനെയുള്ള നല്ല കലാകാരന്മാർ. മോഹൻലാലിന്റെ പണ്ട് 80-കളിൽ എത്രയോ സിനിമ ഫ്ലോപ്പ് ആയിരിക്കും. പക്ഷെ ഒരുപാട് നല്ല മൂവീസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഈ കമ്മട്ടിമാടത്തിൻ്റെ ഒരു സംഭവം നോക്കുകയാണെങ്കിൽ കലാമൂല്യമുള്ളൊരു സിനിമയാണ്. അത് ഫെയിൽ ആവാനുള്ള റീസൺസും കൂടുതലായിരുന്നു. പക്ഷേ ആ സിനിമ സക്സസ് ആവാനുള്ള ബേസിക് റീസൺ അതിന് ഒരു ടെംപ്റ്റേഷൻ മോഡ് ഉണ്ടായിരുന്നു, ഒരു പ്രൊവോക്ക് ഉണ്ടായിരുന്നു, അതിൽ അത്യാവശ്യം വയലൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ് സാധാരണ ജനങ്ങൾ അതിലേക്ക് കൊണ്ടുവരുന്നത്. അതില്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് കാസ്റ്റിംഗ് വേണ്ടത്, അല്ലാതെ കാസ്റ്റിംഗ് വെച്ചല്ല സ്ക്രിപ്റ്റ് വേണ്ടത്. ഇപ്പോൾ കാസ്റ്റിംഗ് വെച്ചാൽ സ്ക്രിപ്റ്റിലേക്ക് പോകണം, ഇപ്പോൾ സ്ക്രിപ്റ്റ് വെച്ചാണ് കാസ്റ്റിംഗിലേക്ക് പോകണം. പിന്നെ അത് മാത്രമല്ല ഇപ്പോഴത്തെ പല ഫിലിം മേക്കേഴ്സ് സിനിമ മാത്രം കണ്ടാൽ സിനിമ ഉണ്ടാകും, ജീവിതം കണ്ട് സിനിമ ഉണ്ടാക്കണം. അതും വേണം. സിനിമ മാത്രം പോരാ, ജീവിതവും വേണം. ഇപ്പോൾ ലോകരാഷ്ട്രം മെയിൻലി ജീവിതമാണ്. ഒരു ഫിലിം മേക്കറിന് വേണ്ട വായന വേണം, നല്ല മാനേഴ്സം വേണം, നല്ല ജീവിതാനുഭവം വേണം. ഇപ്പോഴത്തെ പല ഫിലിം മേക്കേഴ്സിനും ജീവിതാനുഭവം കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. അവർക്ക് സിനിമകൾ കണ്ട എക്സ്പീരിയൻസ് രണ്ടാമത് കാണാൻ തോന്നുന്നില്ല.
അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമകൾ കണ്ട എക്സ്പീരിയൻസിൽ നിന്ന് സിനിമകൾ ഇൻസ്പയർ ചെയ്യാം, ജീവിതാനുഭവം ഇല്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ സിനിമകൾക്ക് ലൈഫില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇൻസ്പിറേഷൻ മൂവീസ് മാത്രമാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് അവരുടെ ഈ മായാനദി സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മായാനദിയിൽ അതിന് ക്യാരക്ടർ ഡിസൈനും ഉണ്ട്. ഇപ്പോൾ ആഷിഖ് കപൂറിൻ്റെ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള മൂവി നല്ല ഡിസൈനാണ് അതിൻ്റെ. അത് ആ മൂവിയുടെ പേര് ആ വേട്ടയ്ക്കും കാര്യം. ആഷിഖ് കപൂർ പറഞ്ഞൊരു കാര്യമുണ്ട്, 10-20 പേരെ ഇടിച്ചു വീഴ്ത്തിയാൽ കുഴപ്പമില്ല, പക്ഷെ ഒരു ഉമ്മ കൊടുത്ത് ചെയ്യുന്ന വലിയ പ്രശ്നമാണ്. അതെ, സിനിമയില്ല യാഥാർത്ഥ്യം. ഒരു ഉമ്മ കൊടുത്ത് ചെയ്യുന്ന പ്രശ്നമാണ്, പക്ഷെ 10-20 പേരെ ഇടിച്ചു വീഴ്ത്തുന്ന പ്രശ്നമല്ല. തീർച്ചയായിട്ടും. പക്ഷേ അത് സമൂഹം ഡെവലപ്പ് ആവാത്തതിൻ്റെ പ്രശ്നമാണ്. സാമൂഹികമായിട്ട് സമൂഹത്തിൽ ഇൻഡിവിജ്വൽ ഇവർക്ക് ബ്രിട്ടീഷിൽ വന്നപ്പോഴാണ് ഈ അങ്ങനത്തെ ഒരു സ്യൂഡോ മൊറാലിറ്റി വന്നത്. സംശയമില്ല. നമ്മളുടെ ഇവിടെ കൾച്ചർ കുറച്ചും കൂടി വേറെ രീതിയിലായി. പക്ഷെ സ്വാതന്ത്ര്യം ഇതിനേക്കാളും പ്രശ്നമായിരുന്നു. ബ്രിട്ടീഷുകാർ വന്നതിനേക്കാളും ഭീകരമാണ്. അവരിത് പറയും ചെയ്യും, ബൈബിളിലേക്ക് പറയും ചെയ്യും, പക്ഷെ ചെയ്യുന്ന വേറെ പലതുമാണ്. പക്ഷെ നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഹിന്ദുയിസം പറഞ്ഞാൽ കുറച്ചൊരു ഹിന്ദുയിസത്തിലെ സെക്സ്വാലിറ്റിയിൽ ഒരു സ്പിരിച്വലാണ്. അതെ, ഇപ്പൊ ടാൻട്രിക് ബുദ്ധിസം അത് പറഞ്ഞിട്ടുള്ള അത് കുറച്ച് സ്പിരിച്വലാണ്. പക്ഷേ ഈ ബാക്കി റിലീജിയൻ സെമിറ്റിക് റിലീജിയൻ വരുമ്പോൾ ഇത് ഭയങ്കര പാപമായി കണക്കാക്കും. താന്ത്രിക് ബുദ്ധിസം എന്ന് മാത്രമല്ല, ഇന്ത്യൻ ബുദ്ധിസം ഇന്ത്യയിൽ തന്നെയാണ് ബുദ്ധിസം. ഇപ്പോൾ താന്ത്രിക് ബുദ്ധിസം എന്ന് മാത്രമല്ല, തന്ത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും മറ്റേ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരുടെ തന്ത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിലും വൈഡായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് അടച്ചു മൂടേണ്ടി വരുന്നത് ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ടാണെന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ പഴയ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഈ രാജരവിവർമ്മയൊക്കെ നിലനിന്നിരുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്രിട്ടീഷുകാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ലേ? അന്നുണ്ടായിരുന്ന കല എങ്ങനെയായിരുന്നു? സാധാരണ ജനങ്ങളിലേക്ക് അത് കൊമേഴ്ഷ്യലായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഈസി ആയിരുന്നു. അതായത് അതിനൊരിക്കലും ഒരു സബ്ജക്റ്റീവായിട്ടുള്ള മെത്തേഡില്ലേ. വിഷ്വൽ ബ്യൂട്ടിയിലൂടെ നമുക്ക് സബ്ജക്റ്റീവായിട്ട് കാണണമെങ്കിൽ കാണാം കേട്ടോ. പക്ഷെ അത് പൊളിഞ്ഞതാണെങ്കിലും നമുക്ക് പറയാനുള്ളത് അതിൽ സബ്ജക്റ്റീവ് സാധ്യതകളില്ലേ, വിഷ്വൽ സാധ്യതകളാണ്. വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ആണ് ആൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അളവുകോലുകൾ വെച്ചിട്ടുള്ള മിററുകളിലൂടെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടുള്ള പരിപാടികൾ. പക്ഷേ ഈ ബൗണ്ടറീസും ഈ റൂൾസ് എല്ലാം പൊളിക്കുമ്പോഴാണ് പുതിയൊരു അവരാണ് യഥാർത്ഥ കലാകാരന്മാരെന്ന് പറയുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്നത് പിന്നെ ആർട്ടിന് എസ്തെറ്റിക്സ് മാത്രമല്ല, എത്തിക്സ് കൂടെ വേണം. കാരണം നമുക്ക് ആസ്വദിക്കുക മാത്രമല്ല, മെസ്സേജ് കൊടുക്കാൻ പറ്റും. ഇപ്പം അങ്ങനെയാണെങ്കിൽ എന്താ പറയണ, ആ മെസ്സേജും കൊടുക്കുമ്പോഴാണ് എത്തിക്സ് കൂടെ വേണം, എസ്തെറ്റിക്സ് മാത്രമല്ല. നമ്പൂതിരിയുടെ ചിത്രങ്ങളെ കുറിച്ച് എന്താ? നമ്പൂതിരിയുടെ ചിത്രങ്ങൾ നല്ല പെയിന്റിങ്സ് ആണ്, ആളുടെ നല്ല വരകളാണ്, സത്യത്തിൽ വലിയൊരു രൂപങ്ങളാണ്. പക്ഷെ അദ്ദേഹത്തിന് ആളുടെ ക്രിയേറ്റിവിറ്റിയുടെ സ്ട്രക്ചർ പൊളിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൂ. പക്ഷെ ആളുടെ ക്രിയേറ്റീവ് സിഗ്നേച്ചർ ആള് രേഖപ്പെടുത്തിയിട്ടുണ്ട് സീരിയസ്ലി. ഈ പറഞ്ഞ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ചിന്തിക്കുകയാണ്. ഇപ്പോൾ അമീർ ഖാൻ മൂവീസ് എടുത്ത് കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിന് കാശ് കിട്ടും, എൻ്റർടൈനിങ് ആയിക്കും, അന്ന മെസ്സേജും ഉണ്ട്. പ്രാക്ടിക്കൽ ചിന്തിക്കുമ്പോൾ മണി സ്നേഹിക്കണം, കുറച്ച് ജീവിക്കണമെങ്കിൽ മണി വേണം. ആളുടെ സിനിമകൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി റിസർച്ച് ഓറിയന്റഡ് ആണ്, കുറച്ചും കൂടി ഹോളിവുഡ് ആ സ്റ്റൈലാണ് എല്ലാം. അത് കഥകളിൽ നോക്കുകയാണെങ്കിലും റിസർച്ച് ഉണ്ടായിരിക്കും, ആളുടെ അഭിനയത്തിൽ നോക്കുകയാണെങ്കിലും റിസർച്ച്, മെസ്സേജും ഉണ്ടാവും, എന്റർടൈനിങ് ആയിരിക്കും, അങ്ങനെ പ്രൊഡ്യൂസറിന് കാശും കിട്ടും. യെസ്. ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ സിനിമകൾ ചെയ്യുന്നത്. സോ ലോങ് ടൈം അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് സിനിമകൾ ചെയ്യുന്നത്. 2 വർഷം അവർ ആ സബ്ജക്റ്റിനെ കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്യും, ഈ ക്യാരക്ടേഴ്സ് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം. അത് വെറുതെ ഒരാളെ സെലക്ട് ചെയ്യല്ല ചെയ്യുന്നത്. അമീർ ഖാൻ്റെ മൂവീസ് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ ഫേസ് അടക്കം അവർ ഫിലിം മേക്കിംഗ് എങ്ങനെയാണ്. പക്ഷേ ആക്ടിങ്ങിന് സംഭവം റിസർച്ച് ചെയ്താണോ അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയി ചെയ്യേണ്ട കാര്യമാണോ? ആക്ടിങ് എന്ന് പറയുന്നത് റിസർച്ച് എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് ആയിട്ടാണ് ഉണ്ടാവേണ്ടത്. റിസർച്ച് എന്ന് പറയുന്നത് അതിനെ സബ് കോൺഷ്യസ് ആയിട്ട് വെച്ചുകൊണ്ട് കോൺഷ്യസ് അല്ലാതെ നമ്മൾ ആ ക്യാരക്ടർ ഡിസൈനിലേക്ക് നമ്മളുടെ മാനറിസംസ് കൊണ്ടുവന്ന് പെർഫോം ചെയ്യേണ്ടതാണ് ഒരു ആക്ടറിന്റെ കടമ. മോഹൻലാൽ ഏകദേശം എന്നല്ല, മോഹൻലാൽ അങ്ങനെയുള്ള ഒരാളാണ് സത്യത്തില്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺവിൻസിങ് ആണ് അത്. ഇപ്പോൾ വാനപ്രസ്ഥം കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ മോഹൻലാലിനെ തന്നെയാണ് കാണുന്നെങ്കിൽ പോലും അതിൽ ആ കഥകളിക്കാരനെ നമ്മൾ കാണുന്നുണ്ട് അവിടെ. ഇപ്പോൾ ഈ പറയുന്ന 20 എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലാണെന്നുണ്ടെങ്കിലും അദ്ദേഹം പെർഫോം ചെയ്യുന്ന രീതികളിൽ നമുക്കെപ്പോഴും തോന്നും മോഹൻലാൽ ബിഹേവിയർ സ്ട്രക്ചർ മാത്രമാണ്. പക്ഷെ ആളവിടെ കൺവിൻസ് ചെയ്യുന്നുണ്ട് ഇതാണ് കഥാപാത്രം എന്നുള്ളത്. മോഹൻലാൽ കണ്ട പുള്ളിക്ക് നാച്ചുറൽ ആക്ട് ചെയ്യും, മെത്തേഡ് ആക്ട് രണ്ടും ഉണ്ട്. ഇപ്പോൾ വാനപ്രസ്ഥയിൽ 20 പോലെ സിനിമ ചെയ്യുമ്പോൾ പ്രിപ്പയർ ചെയ്യും, അന്ന് കിലുക്കോ അല്ലെങ്കിൽ സ്പടികം ചെയ്യുമ്പോൾ പ്രിപ്പറേഷൻ ഇല്ല. പക്ഷേ മോഹൻലാൽ ഇപ്പോൾ അക്കാഡമിക് ഫിലിംസ് ചെയ്യുമ്പോൾ കുറച്ച് പ്രിപ്പറേഷൻ വേണം.
മോഹൻലാലിൻ്റെ മറ്റൊരു പ്രത്യേകത പറയട്ടെ. മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ വെള്ളത്തിന് പോലെ ഒഴുകുന്ന മനുഷ്യനാണ്. ഭയങ്കര ഫ്ലെക്സിബിളാണ്. ബോഡി, അഭിനയം എല്ലാം ഭയങ്കര ഫ്ലെക്സിബിളാണ്. പിന്നെ ആൾ ഭയങ്കര ഇൻവോൾവ് ആണ്. ഈ ആർട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഇൻവോൾവ്മെന്റിന് ബേസ് ചെയ്തിട്ടാണ്. സോ അത് ഈ പറയുന്ന നമ്മൾ ഏറ്റവും ഇഷ്ടം കല അങ്ങനത്തെ കാര്യമാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം പോലും പ്രാക്ടിക്കലായിട്ട് മണി ഉണ്ടാകും. ഇപ്പോൾ ഈ വാനപ്രസ്ഥം എന്ന് പറയുന്ന സിനിമയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വാനപ്രസ്ഥം എന്ന് പറയുന്ന മൂവിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ കഥാപാത്രം എന്ന് പറയുന്നത് അത്രയും റിസർച്ച് ചെയ്യേണ്ട ഒരു സംഭവം ആളുടെ മൈൻഡിൽ ആൾ അത് അധികം സ്റ്റഡി ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആള് അതിൽ ഇൻവോൾവ് കമലതലം അങ്ങനെയാണ്. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമലഹാസനല്ല കഥ ഇതാ പഠിച്ചിട്ടാ ചെയ്യുന്നത്. മോഹൻലാൽ ആ സമയത്താണ് ചെയ്യുന്നത്. അത് സബ് കോൺഷ്യസ് ആയിട്ട് പെർഫോം ചെയ്യുന്നത്. കണ്ട കാഴ്ചകളിൽ നിന്നും ഓർമ്മകളിൽ നിന്നും സബ് കോൺഷ്യസ് ആയിട്ട് പെർഫോം ചെയ്യുന്ന മെത്തേഡാണ്. അതിന് അനുഭവങ്ങൾ ഇല്ലാതെ ആ ഒരു ആക്ടറിന് കഴിയില്ല. ആ രീതിയിൽ മോഹൻലാൽ മലയാളത്തിലെ മോഹൻലാലിന്റെ മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യണം ശരിക്കും സ്റ്റഡി ചെയ്യേണ്ട കാര്യമാണ്. ഇല്ല, അതില് വേറൊരു കാര്യം, മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ കഥാപാത്രം പെർസീവ് ചെയ്യണം. ആള് ഈ രീതിയിൽ വളരാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആത്മീയമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ട് അദ്ദേഹത്തിന്. മനനം ചെയ്യാനുള്ള പ്രോസസ്സ് ഉണ്ട്. അത് എല്ലാവർക്കും കിട്ടില്ല. ഈ ആത്മീയത പല ആൾക്കാരും മതമാണെന്ന് തെറ്റിയായിരിക്കും മതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതല്ലാതെ മനനം ചെയ്യുന്ന പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ആ രീതിയിൽ അദ്ദേഹത്തിന് വളർച്ചയുണ്ട്. ഇപ്പം മമ്മൂട്ടീനെ നോക്കുകയാണെങ്കിൽ കച്ചവടമാണ്. പുള്ളിയും കുറെ ആർട്ട് മൂവീസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആർട്ട് മൂവീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മോഹൻലാൽ അവാർഡ് കിട്ടാൻ അങ്ങനെ ഉദ്ദേശം വെച്ചാണ്. അതെ, മോഹൻലാലിനെ ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് മുഴുക്കുള്ള നടനല്ല മമ്മൂട്ടി. നടനല്ല, പക്ഷെ നല്ല സ്ക്രിപ്റ്റുകൾ ചൂസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അടുത്ത കാലത്ത് റൊഷാക്ക്, നൻപകള്, ബ്രഹ്മയുഗം നല്ല സ്ക്രിപ്റ്റാ ചൂസ് ചെയ്യുന്നത്. ഇപ്പോ പിന്നെ പുള്ളി തന്നെ ഡെവലപ്പ് പാണ്ട് പുള്ളി വലിയ നടനാണ്, പുള്ളി പ്രത്യേകം ചെയ്യുന്നില്ല. അല്ല, അദ്ദേഹം അത് പുള്ളി നാച്ചുറൽ ടാലന്റ് ഉള്ള ആളോ, പുള്ളി ഇങ്ങനെ തേച്ച് മിനിക്ക് വന്ന ആളാണ്. പക്ഷേ നല്ല ഡയറക്ടറിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മമ്മൂട്ടി നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുള്ളത് കുട്ടി സ്രാങ്കിൽ തെളിയിച്ചിട്ടുണ്ട്. അതാരും കാണുന്നില്ല സത്യത്തില്. കുട്ടി സ്രാങ്ക് ഒന്നും ആർക്കും വേണ്ട, ആരും കമ്മ്യൂണിക്കേറ്റ് ബോഡി ഫ്ലെക്സിബിലിറ്റി കുറച്ച് കുറവാണ്. പക്ഷെ ഷാജി കരുണ് എങ്ങനെ അത് ചെയ്യും, പല കുറച്ച് ലിമിറ്റേഷൻ നടന്നതാണ് തീർച്ചയായിട്ടും. പക്ഷെ കുട്ടി സ്രാങ്ക് മോഹൻലാലിന് ഭയങ്കര റേഞ്ച് ഓഫ് മോഹൻലാൽ. അത് 80s അവസാനം 90s ആദ്യം പുള്ളി മൂവീസ് കണ്ടറിയാം. അത് വേറൊരു കാര്യം. രാജശില്പി അങ്ങനത്തെ രാജശില്പി ചെയ്യുമ്പോൾ തന്നെയാണ് വന്ദനം ചെയ്യുന്നത്. വാനപ്രസ്ഥം ചെയ്യുന്ന സമയത്താണ് നരസിംഹം ചെയ്യുന്നത്. ഈ രണ്ട് എക്സ്ട്രീമിലേക്ക് പോവാണ്. പക്ഷെ ആളെ നശിപ്പിച്ച ഒരു സിനിമ എന്ന് പറയുന്നത് നരസിംഹം എന്ന് പറയുന്നത്. അങ്ങനത്തെ മൂവീസ് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് സ്റ്റാർട്ടർ സ്പേസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ രജനീകാന്ത് പറ്റിയതാണ്. രജനീകാന്ത് ഒരു കാലം വരെ ഇങ്ങനെയായിരുന്നു, അതിന് കാണാൻ പോയി. ഇവിടുത്തെ ഓഡിയൻസ് സമ്മതിക്കാത്തത് കൊണ്ടാണ് പുള്ളി അങ്ങനെ അടുത്ത രജനീകാന്തായി മാറാറുണ്ട്. ആന്റണി പെരുമ്പാവൂർ ഒരു പ്രൊഡ്യൂസർ ആവുന്ന കാലഘട്ടം തന്നെയാണെന്ന് തോന്നുന്നു. ആറാം തമ്പുരാൻ കലയെ കുറിച്ചോ സിനിമയെ കുറിച്ചോ കച്ചവടമാണ് അവരുടെ ബേസിക് എന്ന് പറയുന്നത്. ഇവിടെ മോഹൻലാൽ പണ്ട് പ്രൊഡ്യൂസ് ഇഷാനി അബ്ദുള്ള, ഭരതം, കമൽ ഇതെല്ലാം ആർട്ടിസ്റ്റിക് വാല്യൂടെ എലിമെന്റ്സ് ആണ്. ചിത്രം ഇഷാനി അബ്ദുള്ള, ഭരതം, കമലതലമല്ല. അതേപോലെ പുള്ളിക്ക് ഈ വാനപ്രസ്ഥത്തിൽ ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് വന്നു. അത് നല്ല സിനിമ ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ എനിക്ക് ഇതുപോലത്തുള്ള സിനിമകളെക്കാളും ഇഷ്ടപ്പെട്ടത് ധനം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ധനം മറ്റേ മുരളി ഇവരൊക്കെ അഭിനയിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പറയുന്ന സിബി മലയിൽ തന്നെയാണ്. മോഹൻലാൽ, ലോഹിതദാസ്, സിബി മലയിൽ നല്ല കോമ്പിനേഷൻ ആയി. തീർച്ചയായിട്ടും. പിന്നെ സിബി മലയിലും നല്ല കോമ്പിനേഷൻ ആയിരുന്നു. കാരണം താളവട്ടം പോലത്തുള്ള സിനിമകൾ. താളവട്ടം പ്രിയദർശനാണല്ലേ? ഓക്കെ. പക്ഷെ സിബി മലയിലെ ഒരു ടച്ചിങ് ഉണ്ട് പോലെ ഫീൽ ചെയ്തു എനിക്കത് ആ സിനിമ കാണുമ്പോൾ. എനിക്ക് മഞ്ചത്താനാടും കൂടുതൽ ഇഷ്ടപ്പെട്ട ഉള്ളടക്കമാണ്. ഉള്ളടക്കം ക്ലാസ് മൂവിയാണ്. വളരെ എത്തിക്കൽ, അതായത് സമൂഹത്തിന് മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ക്ലൈമാക്സിൽ മോഹൻലാലിന്റെ കഥാപാത്രമായ ഡയലോഗ് എനിക്ക് ദേഷ്യമില്ല, കാരണം നീ അല്ല ചെയ്യുന്നത്, നിന്റെ രോഗമാണ് ചെയ്യുന്നത്. കാരണം അത് ഇവിടെ പലരും മനസ്സിലാക്കുന്നില്ല. അത് ആ ക്യാരക്ടറിൽ മെയിൻ ആയിട്ട് വരുന്നൊരു സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഇദ്ദേഹം സൈക്കോളജിസ്റ്റ് ആണ്. ഇത് ട്രീറ്റ് ചെയ്തിട്ട് ആൾക്ക് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. രോഗമാണ് ചെയ്യുന്നത്, അത് വ്യക്തിയല്ല. ആ ഒരു കാര്യം എത്ര പേര് ഉൾക്കൊണ്ടുണ്ടാവും. അത് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ മാനസികരോഗിലെ ഡീൽ ചെയ്യുന്ന രീതി മാറിയാണ്. എനിക്ക് ദേഷ്യം, കാരണം സ്വന്തം വൈഫിനെ കൊന്ന കഥാപാത്രം പറയാം. എനിക്ക് ദേഷ്യമില്ല, കാരണം നീ അല്ല ചെയ്യുന്നത്. ഇതാണ് പറഞ്ഞ എത്തിക്സ് കൊണ്ടും വേണം കലയിൽ. തീർച്ചയായിട്ടും. അതിന് അവിടെ താത്വികമായിട്ട് മനുഷ്യൻ്റെ ചില പഠനങ്ങൾ ഇല്ലെങ്കിൽ അവിടെ അങ്ങനെയുള്ള സിനിമകൾ പോവില്ല. അപ്പം അതല്ല PM മാത്യു ആണ് ഒരു സൈക്കോളജിസ്റ്റ്, ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സിനിമ. പക്ഷെ എല്ലാവരും എനിക്ക് മഞ്ചത്താനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട അങ്ങനെ ഉള്ളടക്കമാണ്. ഇന്നിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഒരുപാട് നല്ല രീതിയിൽ വൈഡായിട്ട് ഓടുന്നുണ്ട്.
പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ മോഹൻലാൽ ഇപ്പൊ ഈ കൊമേഴ്സ്യൽ വിട്ട്, കാരണം ഈ ഹാസ് മണി ഫെയിം, ഒരുപാട് നല്ല കലാമൂല്യമുള്ള നല്ല മൂവീസ് ചെയ്യണം. മോഹൻലാൽ നടനെ മെസ്റ്റർ ചെയ്യണം. ഇപ്പൊ ഈ ഗീതു മോഹൻദാസിന്റെ സിനിമയായിരുന്നു മറ്റേ ജയറാമിനെ വെച്ച് ചെയ്ത ശേഷം എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. ജയറാമിനെ വെച്ചിട്ട് ഗീതു മോഹൻദാസ് ശേഷം. പക്ഷെ ജയറാം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള മൂവീസാണ്. എനിക്ക് തോന്നുന്നു മമ്മൂട്ടി ഇപ്പൊ കഴിഞ്ഞ 2-3 വർഷം എടുത്തതാണ്, ഈ വർഷമല്ല, ബസൂക്കയും ഡൊമിനിക് അല്ല, കഴിഞ്ഞ 2-3 വർഷം എടുത്താൽ ഒരുപാട് നല്ല മൂവീസ് ചെയ്തിട്ടുണ്ട്. നല്ല സ്ക്രിപ്റ്റ് ഉള്ള നല്ല മൂവീസ് ചെയ്തു, വേൾഡ് ക്ലാസ് മൂവീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ വേൾഡ് ക്ലാസ് മൂവീസ് മോഹൻലാലും ചെയ്യണം തീർച്ചയായിട്ടും. പക്ഷെ അത് പുതിയ ഡയറക്ടേഴ്സിലേക്ക് പോകാനായിട്ട് പുതിയ ഡയറക്ടേഴ്സ് ഇപ്പൊ കൊടുക്കുന്നുണ്ട്. പക്ഷെ പുതിയ ഡയറക്ടേഴ്സ് എന്താ ചെയ്യണം? ഫാൻ ബോയ് ഫിലിംസ് പുള്ളിയപ്പം ചെയ്യണം. അവര് ഒരു മോഹൻലാൽ നടനെ മെസ്റ്റർ ചെയ്യുന്നില്ല. തുടരുമെന്ന് പറയുന്ന ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? തുടരും നിങ്ങൾ ഇഷ്ടപ്പെട്ടോ? എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എന്നെ ആ സിനിമ എൻഗേജ് ചെയ്തു എന്നല്ലാതെ എനിക്ക് ആ സിനിമ വലിയ താല്പര്യം തോന്നിയില്ല. കാരണം എനിക്ക് ഫസ്റ്റ് ഹാഫില് പഴയ മോഹൻലാൽ അത്ര വന്നില്ല. സെക്കൻഡ് ഹാഫില് ദൃശ്യത്തിന്റെ കുറച്ച് കോപ്പി ഇത് തോന്നി. ഞാനിതിൽ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തരുൺ മൂർത്തി എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, സൗദി വെള്ളിക്ക ഇതുപോലത്തുള്ള സിനിമകൾ ചെയ്ത് കഴിഞ്ഞ ഒരാൾ തുടരുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അയാൾ പോലും അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് നിർബന്ധിതമാവുന്നതാണെന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഫാൻ ബേസ് ചെയ്തിട്ടുള്ള കലാമൂല്യം നഷ്ടപ്പെടുകയാണ്. ഈ മോഹൻലാലിനൊക്കെ പഴയ മോഹൻലാൽ പുതിയ മോഹൻലാൽ എന്നുള്ള വേണ്ട, മോഹൻലാൽ നടനെയാണ് വേണ്ടത്. തീർച്ചയായിട്ടും. അതിപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി ഒരു 2-3% എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. ഷാജിയങ്കാരൻ പറഞ്ഞ പോലെ ഇനി എത്ര എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പക്ഷെ മോഹൻലാലിന് ഒരു 2 കാലഘട്ടങ്ങളിൽ മാത്രമേ പ്രശ്നം വന്നിട്ടുള്ളൂ, ക്രൈസിസ് വന്നിട്ടുള്ളൂ സിനിമകളിൽ. പക്ഷെ മുന്നുണ്ടായിരുന്ന ക്രൈസിസിൽ നല്ല സിനിമകൾ വന്നിട്ടുണ്ട്. ഒരു യാത്രാമൊഴി, നല്ല റൈറ്റേഴ്സും പക്ഷെ ഡയറക്ടേഴ്സും ഉണ്ടായി. ഇന്ന് മോഹൻലാലിന്റെ സിനിമകൾ, പ്രിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവി പൊളിഞ്ഞു, നല്ല സിനിമയായിരുന്നു. ഏതാ പ്രിൻസ്? നല്ല മൂവിയായിരുന്നു. യാത്രാമൊഴി നല്ല സിനിമയായിരുന്നു. പക്ഷെ ഈ സിനിമകളൊക്കെ പൊളിയായിരുന്നു. പക്ഷെ നല്ല സിനിമകൾ പൊളിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് മാർക്കറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് അന്ന് 4-5 പടമൊക്കെ ഒറ്റയടിക്ക് റിലീസ് ചെയ്യണം. അപ്പോൾ എല്ലാ പടവും ഓടില്ല, പിൻഗാമി ഓടിയില്ല. പിന്നീടാണ് ഈ സ്റ്റാർട്ടപ്പ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഹിറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാണ് കണ്ടിന്യൂ ചെയ്തത്. പിന്നെ ഈ സ്റ്റാർട്ടപ്പ് സ്പേസ് നിലനിർത്താനാണ് ഭൂരിഭാഗം ചുറ്റുമുള്ള ആൾക്കാരെ പുള്ളി നശിപ്പിക്കണം. പുള്ളിയുള്ള ചുറ്റുമുള്ള ആൾക്കാർ പറഞ്ഞാൽ കലയെക്കുറിച്ചോ സിനിമയെക്കുറിച്ചോ ഒന്നും അറിയില്ലാത്തവരാണ്. അവരാണ് ഇയാളെ ഈ രീതിയിൽ കൊണ്ടുപോകണം. ഇപ്പോൾ വേറൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ സന്തോഷ് വർക്കി എന്ന് പറയുന്നത് അലൻ ജോസ് പെരേര പറഞ്ഞ ആള് എനിക്ക് കലയെക്കുറിച്ചോ സിനിമയെക്കുറിച്ചോ എന്താ അറിയാം? പുള്ളി റിവ്യൂറാണ് പറയുന്നത്. എന്ത് റിവ്യൂ? സിനിമയെക്കുറിച്ച് ചരിത്രത്തെ കുറിച്ച് ബോധ്യമില്ല, പഠനമില്ല. അറ്റ് എ ടൈം ആള് എന്താ പറയുക, ഒരു കഴിവുള്ള ഒരു ഡയറക്ടർ വന്നു കഴിഞ്ഞാലും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് പരിമിതിയുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ വേറെ രീതിയിൽ നോക്കിയാൽ വക്രതയാണ്, അവൻ പ്രാക്ടിക്കലാണ്. അവന് ഈ ആളുകളെ ഫൂൾ ചെയ്യാൻ അറിയാം. യു നോ ഹൗ ടു ഫൂൾ പീപ്പിൾ. ഫുൾ എന്നല്ല, അവന്റെ സമയം വേസ്റ്റ് ചെയ്യാണ്, സമൂഹത്തിന്റെ സമയം വേസ്റ്റ് ചെയ്യുന്ന ആളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ വേറെ സൈഡ് എടുത്ത ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ മാറി. ഇപ്പൊ ആൾക്കാർക്ക് ജോലിയിൽ ഭയങ്കര ടെൻഷനായി ഒന്ന് റിലാക്സ് ചെയ്യുന്ന ഇയാളോടെയാണ്. അവർക്കറിയാം അവരുടെ ടോക്സിസിറ്റി റിലീസ് ചെയ്യണം, പ്ലസ് ആക്കുന്ന സ്ട്രെസ് റിലീസ് ചെയ്യണം. മൈനസും പ്ലസ് ആവുന്ന സംഭവമാണ്. ഇപ്പം ആളുകൾക്ക് ഭയങ്കര ടെൻഷനാണ്. ഈ ടെക്നോളജി വന്നപ്പോൾ ഒരു പ്രശ്നമാണ്. IT വന്നോടെ എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അവർക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ കാര്യം നോക്കും. അത് വളരെ ലോ ലെവൽ ഓഫ് ആർട്ടാണ്. ആർട്ടെന്ന് പോലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും സാമൂഹികമായിട്ടൊരു വളർച്ച നമ്മുടെ അധപ്പതനമാണ്. ഇങ്ങനത്തെ ആൾക്കാർ ഇത് കാണുകയാണ്. നമ്മുടെ സാമൂഹികമായ അധപ്പതനമാണ്. സാമൂഹികമായിട്ടുള്ള വളർച്ചയുള്ള ഒരു സമൂഹത്തിൽ മാത്രമാണ് സാമൂഹികമായിട്ടുള്ള അറ്റ് എ ടൈം സമൂഹം ഒരു വാല്യൂഡ് ആയിട്ടുള്ള സിനിമകൾ കാണാൻ ശ്രമിക്കുള്ളൂ. ഇവിടെ 2 മണിക്ക് 3 മണിക്കൊക്കെ റിലീസ് ചെയ്യണം പുഷ്പവാള മൂവീസിൽ. അതെല്ലാം കാണാൻ എത്ര യൂത്താണ് വരുന്നത്. ഇന്നത്തെ ഈ യൂത്തിന് 2K കിഡ്സിന് എന്തോ ആയിട്ട് കുഴപ്പമുണ്ട്. അവർക്ക് ഒരു എസ്തെറ്റിക് സെൻസും ഇല്ല. അത് വേറൊന്നുമല്ല. ഇന്നിപ്പോൾ ഗാന്ധിജിയുടെയോ ജവഹർലാൽ നെഹ്റുവിൻ്റെ പടം കാണിച്ചു കൊടുത്താൽ പോലും മനസ്സിലാവാത്ത കിഡ്സ് ഉണ്ട് ഇവിടെ. ഓൺലി മൊബൈലും കമ്പ്യൂട്ടർ മാത്രം. പക്ഷെ വേറൊരു കാര്യം പറയട്ടെ, മാനസികമായിട്ട് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്ത ആൾക്കാരാണ് ഈ പറയുന്ന 2K എന്ന് പറയുന്നത്. മാനസികമായിട്ട് അവർ ഒരുപാട് ഇൻ്റലക്ച്വലാണ്. സീരിയസ്ലി അവർ മാനസികമായിട്ട് മൂല്യങ്ങളുണ്ട് അവർക്ക്. ഇപ്പോൾ ഈ 2K കിഡ്സ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ചെറിയ പിള്ളേരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആൾക്കാർ കുറവാണ്. അല്ല, അത് ഈ ലഹരിയുടെ ഡ്രഗിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പക്ഷെ അല്ലാത്ത പിള്ളേരായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ മാനസികമായിട്ട് വളരെ വളർച്ച വന്നിട്ടുള്ള പിള്ളേരാണ്. മാനസികമായിട്ട് നല്ല വളർച്ചയുണ്ട്. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂല്യങ്ങളെ കുറിച്ചിട്ട്, സഹായിക്കാനുള്ള മനസ്ഥിതിനെ കുറിച്ചിട്ടൊക്കെ ഇവർ വളരെയധികം വളർന്നിട്ടുണ്ട്. അതെ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടിയും പ്രാക്ടിക്കലും ആണ്. അറ്റ് എ ടൈം അവരിൽ ഹ്യൂമാനിറ്റി ഉണ്ട്.
നമ്മുടെ പഴയ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഹ്യൂമാനിറ്റി കുറവാണ് സീരിയസ്ലി. അത് നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ജീവിതാനുഭവം കുറവായി തോന്നിയിട്ടുണ്ട്, ജീവിതാനുഭവങ്ങൾ കുറവാണ്, വായന അതെല്ലാം കുറവായി തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു മൈനോറിറ്റി ആൾക്കാരാണ്, ഞങ്ങൾ മെജോറിറ്റിയാണ് പറഞ്ഞത്. അതായത് ഈ നോളജ് കുറയാനുള്ള ബേസിക് റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്ക്രോളിംഗ് ആണ്. സോ ഒരു ഡാറ്റയും ഫുള്ളായിട്ട് അവെയർ ചെയ്യാനോ ഒരു റിസോഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടോ ഒരു ഡാറ്റ മുഴുവനായിട്ട് ഒരു 1 hour ഇരുന്ന് കാണാനായിട്ട് കുട്ടികളല്ല എന്നുള്ളത്. അവകാശമില്ല. സിനിമകളെല്ലാം ലാഗാണ് അവർക്ക്, അതുകൊണ്ട് തന്നെ അവർക്ക് ആ ക്ഷമയില്ല. പണ്ടാണെങ്കിൽ മലയക്കോട്ട് വാലിബൻ വളരെയധികം അപ്രിഷിയേറ്റ് ചെയ്യുന്ന മൂവിയാണ്. തീർച്ചയായിട്ടും മലയക്കോട്ട് വാലിബൻ ക്യാരക്ടർ ഡിസൈൻ ചെയ്ത് ക്യാരക്ടറൈസേഷൻ പല റൂൾസും ബ്രേക്ക് ചെയ്തെടുത്ത് നല്ല 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 മൂവിയാണ്. പക്ഷെ ഇന്നത്തെ ജനതയ്ക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്നുള്ളത്. 2 കാര്യമല്ലോ, ഒന്ന് ലാഗ് പാടില്ല, മാർക്കറ്റ് ചെയ്യണം, ഈ 2 കാര്യം മതി, വേറെ ഒന്നും വേണ്ട. ഇപ്പൊ തമിഴില് സെൽവരാഘവൻ ഡയറക്ട് ചെയ്തിട്ടുള്ള 1000-ലൊരുവൻ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആവറേജ് ഹിറ്റ് ആയിരുന്നു. പക്ഷെ പിന്നീട് പത്മരാജന്റെ പണ്ടത്തെ സിനിമ ഫ്ലോപ്പായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വൈശാലി ഇപ്പൊ റിലീസ് ചെയ്യുകയാണെങ്കിൽ ഹിറ്റ് ആവും. ഇപ്പാണ് അല്ലേ വൈശാലി ഒരു വലിയൊരു സ്ക്രീനിൽ പല പടം അന്ന് ഫ്ലോപ്പായ ഈ പറയുന്ന സിനിമ നമ്മൾ പിന്നെ എടുത്തു പറയാൻ നെടുമുടി വേണു എന്നുള്ളൊരു കലാകാരനാണ്. നെടുമുടി വേണു മോഹൻലാലിനെ പോലെയുള്ള ഒരു കലാകാരനാണ്. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് സ്റ്റാർട്ടം അങ്ങനൊന്നുമില്ല, പ്യൂർലി കലാകാരനാണ്. സത്യത്തിൽ മോഹൻലാലിന് തുല്യമായിട്ടുള്ള ഒരു കലാകാരനാണ് മലയാളത്തിൽ കാണുന്നത്. ജഗദീനേക്കാളും പല കലാഫോംസിൽ അറിയാം. അതായത് ജഗദീനേക്കാളും വലുതായിട്ട് നമ്മൾ കാണുന്ന മോഹൻലാലിനെ പറഞ്ഞാൽ ഇപ്പൊ മോഹൻലാലിനെ എൻകറേജ് ചെയ്തു, മറ്റേ നെടുമുടി വേണു എൻകറേജ് ചെയ്തു, ഫാസ്റ്റിൽ എൻകറേജ് ചെയ്തു, ജോർജ് അങ്ങനത്തെ ഒരു ഉർവശി മാഡം, അങ്ങനെ കുറെ കലാകാരന്മാർ പുള്ളി എൻകറേജ് ചെയ്യുന്നുണ്ട്. കമലഹാസൻ ആ ഒരു ഗുണമുണ്ട്. കമലഹാസൻ എപ്പോഴും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാധവൻ വന്ന വശം തന്നെ എൻട്രൻസിൽ തന്നെ ആള് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരിക്കലും കിട്ടാത്തൊരു കമ്മ്യൂണിക്കേഷൻ, ഒരിക്കലും കിട്ടാത്തൊരു സപ്പോർട്ടാണ് കമലഹാസന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. ഈ പറഞ്ഞ സ്നേഹിക്കുന്നവരാണ് മോഹൻലാലായാലും കമലഹാസൻ. ഇപ്പൊ ഈ കമലഹാസനാണെന്നുണ്ടെങ്കിലും ജയസൂര്യയുടെ തുടക്ക കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സീരിയസ്ലി മലയാളത്തിലൊരു ആക്ടറിനെ അവിടെ കൊണ്ടുപോയി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹം പിന്നീട് തമിഴ് സിനിമകൾ അങ്ങനെ ഫോക്കസ് ചെയ്തില്ല. ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ ജയസൂര്യ ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ പോവായിരുന്നു. ആദ്യകാലത്ത് ഒരു വളപ്പനായെങ്കിലും ഇപ്പൊ നല്ല മൂവീസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് നല്ല മൂവീസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം വലിച്ചു വാരി വെള്ളം നല്ല മൂവിയാണ്. അഭിനയിക്കുന്നില്ല. നമുക്കൊരു കഴിവില്ലാന്ന് പറയരുത്, കാരണം അത് എപ്പോഴേ ഒരു സ്പാർക്ക് കിട്ടുന്ന എപ്പോഴാ പറയാൻ പറ്റില്ല. പുള്ളി കുറേ നാൾ വിചാരിച്ചാൽ പുള്ളി ഒരു ആവറേജ് നടനാണ് ഒന്നാണ്, പക്ഷെ പുള്ളിക്ക് ഒരു കങ്കാരു സിനിമ ചെയ്യുമ്പോൾ ക്ലൈമാക്സ് സ്പാർക്ക് കിട്ടി, അതോടെ പുള്ളി മാറി. തീർച്ചയായിട്ടും അത് ഏറ്റവും എനിക്ക് തോന്നിയത് ജയസൂര്യയുടെ ഒരു മാറ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് ഈ പറയുന്ന ജയസൂര്യയുടെ മെയിൻ ആയിട്ടുള്ള ഡയറക്ടറായിരുന്നു പ്രേതം സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള കക്ഷി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ നോക്കുകയാണെങ്കിൽ ജയസൂര്യയുടെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ആൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് ജയസൂര്യനെ ഡെവലപ്പ് ചെയ്യും. രഞ്ജിത്ത് ശങ്കർ. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയസൂര്യയുടെ ക്യാരക്ടറിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സിനിമ ചെയ്യുമായിരുന്നു ജയസൂര്യയുടെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കായിരുന്നു. ബാക്കിയുള്ളതൊക്കെ സൈഡൊക്കെ സൈലൻ്റ് ആണ്. സൈഡിലുള്ളതൊക്കെ ഓർഡിനറി അവർ അഭിനയിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ്. പക്ഷെ പിന്നീട് രഞ്ജിത്ത് ശങ്കർ സീരിയസ് ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ വിജയിക്കാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഇപ്പം രാമൻ്റെ സീതയൊക്കെ നല്ല സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ആ സിനിമയുടെ പ്ലോട്ടും കഥാതന്തും കാര്യങ്ങളൊക്കെ മികച്ചതായിരുന്നു. പക്ഷെ ജനങ്ങൾക്ക് കലാമൂല്യമുള്ള സിനിമകൾ വേണ്ട. ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും ഒരു കൊമേഴ്സ്യൽ സക്സസ് നോക്കാൻ പാടില്ല. എക്സ്പെരിമെന്റ് ചെയ്യുന്നു. രണം എക്സ്പെരിമെന്റ് മൂവിയായിരുന്നു, പക്ഷെ ആൾക്കാർ കണ്ടില്ല. മിക്ക എക്സ്പെരിമെന്റ് മൂവീസ് ആ സമയത്ത് ഓടില്ല, പിന്നീടാണ് അറിയപ്പെടുന്നത്. പിന്നീടാണ് ഇത് ചെയ്യുന്നത്. കല എന്ന് പറയുന്നതും സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്നതും കല എന്ന് പറയുന്നത് പണമല്ല ഫസ്റ്റ്. കല എന്ന് പറയുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരുപാട് സ്ത്രീകളുടെ പേര് കല എന്ന് പറഞ്ഞിട്ടുണ്ട്. സൗന്ദര്യത്തിനെ ഉദ്ദേശിച്ചിട്ടാണ്. നമുക്ക് മലയാളികളെക്കാട്ടും കലയെ കുറച്ചുകൂടി തമിഴന്മാരാണ്. അവർക്കാണ് അവരുടെ സിനിമകൾ അവർ കുറച്ച് സിൻസറാണ്. മലയാളികൾ കുറച്ച് ഫ്രോഡുകളാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ നല്ല ഡയറക്ടേഴ്സ് ഉണ്ട്, പക്ഷെ അത് ഫിലിം ഫെസ്റ്റിവലുകൾ മാത്രമാണ് നമുക്ക് അവരെ കാണാൻ കഴിയുന്നുള്ളൂ എന്നുള്ള സംഭവമുണ്ട്. പക്ഷെ തമിഴ് ഫിലിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആർട്ടിനെ എനിക്ക് ഏറ്റവും ജെന്യൂനായിട്ട് കലാകാരൻ തോന്നുന്നു ജോൺ അബ്രഹാമാണ്. ജോൺ അബ്രഹാം ഇപ്പോഴത്തെ ആൾക്കാർ ഓർക്കും അമ്മയറിയാൻ. ഇപ്പൊ ആർക്കും മറ്റേ ഹിന്ദിയിൽ ബോളിവുഡിൽ ജോൺ അബ്രഹാം മരിച്ചുപോയ അമ്മയറിയാനൊക്കെ ചെയ്ത അമ്മ അറിയാൻ, കരയാച്ചന്റെ ഗ്രൂപ്പ്, ആ 4 സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാം ഫിലിം ഫെസ്റ്റ് പോവുകയും പുള്ളി വളരെ ജെന്യൂനായ. പക്ഷെ ആളുടെ ജീവിതം ലൈഫ് അങ്ങനെ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരുപാട് നല്ല സിനിമകൾ വന്നേനെ സീരിയസ്ലി. ആള് ഈ പറയുന്ന സ്ക്രിപ്റ്റായിട്ട് ജോൺ പോൾ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു.
അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ആക്ടേഴ്സ് ഭരത് ഗോപി, PJ ആന്റണി. ജോൺ പോൾ നല്ലൊരു ഫിലോസഫറും നല്ലൊരു ജോൺ പോൾ കോൺടാക്ട് ആയിരുന്നു. എല്ലാ രീതിയിലും ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്, ഇന്റലക്ച്വൽ ആണ്. അദ്ദേഹം ഭയങ്കര കൺവിൻസിങ് ആണ്. സോ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ വായനയുണ്ട്, അറിവുണ്ട്, ഭാവനയുണ്ട്. പിന്നെ ഈ ഭരതനല്ല ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആർട്ടിസ്റ്റിക് ആണ്. പുള്ളി ആർട്ട് ഡയറക്ടറായ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നത്. തീർച്ചയായിട്ടും ഞാൻ നോക്കി ഈ കലാകാരന്മാരെല്ലാം യഥാർത്ഥ കലാകാരന്മാരും ഒരു പരിധി അവർ കാസ്റ്റിലാക്കിയിട്ടില്ല. അതാണ് യഥാർത്ഥം. ഇപ്പോഴത്തെ പല ഡയറക്ടേഴ്സും പടം പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇപ്പോഴത്തെ മണി ഒരു ഫാക്ടറാണ്. ജീവിക്കാൻ മണി വേണം. സിമ്പിൾ ലൈഫ് ലീഡ് ചെയ്യാൻ മണി ഫാക്ടർ അല്ല. സിമ്പിൾ ലൈഫാണെങ്കിൽ അല്ല. ഈ പറയുന്ന അവാർഡ് ഫിലിംസുകളൊക്കെ ഓടിയിട്ട് ഫണ്ട് ഉണ്ടാക്കുന്നുണ്ട് സീരിയസ്ലി. അങ്ങനെയുള്ള ഒരു സാമ്പത്തികം വളരെ ആളെ അതാ ചെയ്യുന്നത്. പുള്ളി ഇവിടെ ഒരേ ഫോമിലെ മൂവീസ് ചെയ്തിട്ട് ഇവിടെ അവാർഡും കിട്ടും, അങ്ങനെ ഫിലിം ഫെസ്റ്റിവൽ പോയിട്ട് പുള്ളി കാശും കിട്ടും. പക്ഷേ ഇതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സിനിമകൾ ജനകീയമല്ല എന്നുള്ളത് മാത്രമാണ്. അതിന് പ്രോഫിറ്റ് ഉണ്ട്, പക്ഷേ ഇപ്പോഴത്തെ യൂത്തിലെ കുറെ ഇപ്പം ഇന്റർനെറ്റ് ടെക്നോളജി വന്നോടെ ഈ വേൾഡ് ക്ലാസ് മൂവീസിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ പണ്ടത്തെ ആൾക്കാർക്ക് ഫിലിം സൊസൈറ്റി അല്ലെങ്കിൽ ഫിലിം ഫെസ്റ്റിവലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ചില സിനിമ ഞാൻ നോക്കി കാണും പലർക്ക് ആക്ടിങ് അല്ല താല്പര്യം, പലർക്ക് സ്ക്രിപ്റ്റ് റൈറ്റർ ആവുക, ഡയറക്ടർ ആവുക, അതൊക്കെയാണ് താല്പര്യം. പക്ഷേ എൻ്റെ ബേസിക് ആയിട്ടുള്ള താല്പര്യം ഡയറക്ഷനും ആക്ടിങ്ങും ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മൈൻഡിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, ക്യാരക്ടർ ഡിസൈൻസുകളുണ്ട്. അപ്പോൾ നമുക്ക് ആക്ടിങ്ങിൻ്റെ സാധ്യതകളാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതലുള്ളത് സീരിയസ്ലി. ഇപ്പോൾ ഗൗതം മേനോൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടർ, സോ അദ്ദേഹത്തിന് അഭിനയത്തിന്റെ സാധ്യതകളിലേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡയറക്ടർ, നല്ലൊരു ആക്ടറായി. KG ജോർജ് അല്ല ഒരു പറയുമ്പോൾ അഭിനയിച്ച് കാണിക്കുകയാണ്. പക്ഷേ വേറൊരു കാര്യം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, പഴയ ഡയറക്ടേഴ്സൊക്കെ ഇപ്പോൾ ഫീൽഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് പറയുകയാണെങ്കിൽ അവർ ഇന്നത്തെ പുതിയ ജനറേഷൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്യുന്നില്ല. പുതിയ ജനറേഷൻ്റെ മൈൻഡ് അവർക്ക് അറിയാൻ കഴിയുന്നില്ല. ഇപ്പൊ ശങ്കറും മണിരത്നം പോലും ആ രീതിയിൽ പൾസ് അറിയാതെയാണ് ഇപ്പൊ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു അവർ ആ ഒരു സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് റിസർച്ച് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ശങ്കറിന്റെ കൂടെ ഉണ്ടായിരുന്ന സുജാത എന്ന് പറയുന്ന കക്ഷി എന്ന് പറഞ്ഞാൽ ചില മക്കളും സിനിമ ഫീൽഡിലാണ് അവർ അപ്ഡേറ്റ് ചെയ്യുന്നത്. പിന്നെ പോരാത്തതിന് സത്യനന്ദിക്കാട് ആളുടെ ജീവിതം നോക്കുകയാണെങ്കിൽ ഭയങ്കര സോഷ്യലാണ്, സാമൂഹിക ജീവിയാണ്. എന്താ കാര്യം വെച്ചാൽ കാലത്ത് ആൾക്കാരോട് സംസാരിക്കുക, ജനങ്ങളുമായിട്ട് സമ്പർക്കമുണ്ട്. അറിയാം. ഒരു സ്റ്റാറ്റസ് ബേസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല. സോ ഒരു ഡയറക്ടർ എന്ന് പറയുന്നതിന് എപ്പോഴും ഗ്രൗണ്ട് ബേസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ അവരുടെ വളർച്ച നഷ്ടപ്പെടുന്നു. അതെ, ജീവിതത്തിൽ ഇറങ്ങി ആളുകളുടെ ഇടപെടലാണ്. പക്ഷെ ആക്ടേഴ്സിന് ചിലപ്പോൾ ചായക്കടയിൽ പോകുമ്പോഴേക്കാണ് പുള്ളിക്ക് കഥകൾ. അതെ, പക്ഷെ ആക്ടേഴ്സ് ആണെങ്കിൽ പോലും ഗ്രൗണ്ട് ലെവല് പക്ഷെ സ്റ്റാർഡം വരുമ്പോഴാണ് അത് പോകുന്നത്. അതെന്തുകൊണ്ടാണ് ഇപ്പൊ ഈ ജോൺ പോൾ എന്ന് പറഞ്ഞിട്ട് പണ്ട് മോഹൻലാൽ ജോൺ പോളിനൊപ്പം ബീച്ചുകളിൽ പോവുക അങ്ങനെ ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ രാജാവിന്റെ മണ്ണിൽ ഇറ്റായോടെ പുള്ളി വേറെ ലെവലിലേക്ക് പോയി. ഇതിൽ എപ്പോഴും ഈ സ്റ്റാർഡം എന്ന് പറയുന്നതിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗ്രോത്ത് ആണ്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സ്റ്റാർട്ടിങ് ഒരു ഈ ഭരത് ഗോപി പറയുന്ന ആൾക്ക് സ്റ്റാർട്ടം ഇല്ലായിരുന്നു, അത് നടനായിരുന്നു. പക്ഷേ അത് വേറൊരു കാര്യമുള്ളത്, ഇന്നത്തെ ജനറേഷനിൽ ചിലപ്പോൾ ഭരത് ഗോപിയുടെ ചിത്രം കാണിച്ചു കൊടുത്താൽ പോലും ഒരു കുട്ടിക്ക് അറിയില്ല. അയാളെ ഷാഡിയും പിടിച്ചു. അങ്ങനത്തെ പടങ്ങൾ വേണോ? ആ ഷാഡി പിടിക്കില്ല എന്നാണ് എന്നോട് ജോൺ പോൾ പറഞ്ഞത്. അതേ ചെയ്യൂ എന്നുള്ളത്. ആ ഒരു ഷാഡി ഭരത് ഗോപിക്ക് ഉണ്ടായിരുന്നു. ആ ഷാഡി മോഹൻലാലിന് ഇല്ലാത്തതാണ് പ്രശ്നം ജോൺ പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭരത് ഗോപി മാത്രമല്ല, ഇപ്പൊ ഈ നെടുമുടി വേണു ആണെങ്കിൽ നെടുമുടി വേണു സിനിമ മാത്രമല്ല, ഇത് 100% കലാകാരനാണ്. തീർച്ചയായിട്ടും പുള്ളി സിനിമയിൽ പുള്ളി ടൈപ്പ് കാസ്റ്റ് ആയി പോയി, വയസ്സൻ റോളിൽ ടൈപ്പ് കാസ്റ്റ് ആയി പോയി. ശരിക്കും കലാകാരൻ പുള്ളിയാണ് 100%. പുള്ളിക്ക് പല കാര്യങ്ങളും കഥകളി അറിയാം, കഥകൾ അറിയാം, പലതും അറിയാം. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നെടുമുടി വേണുവിന്റെ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്ത സിനിമകളാണെങ്കിൽ പോലും കലാമൂല്യം ഇല്ലാത്ത ചിത്രങ്ങളില്ല. ഇല്ല. ഒരു കാലത്ത് ഭരതന്റെ എല്ലാ സിനിമകളും ഉണ്ടായിരുന്നു, അപ്പരാജന്റെ എല്ലാ ജോൺ അബ്രഹാം, പുള്ളി വേറെ ലെവലായ. ഇപ്പോൾ തിലകനേക്കാളും ഇപ്പം എല്ലാം സ്റ്റാർഡം, ടോവിനോ അല്ലെങ്കിൽ എല്ലാം സ്റ്റാർഡമിലേക്കാണ്. ഇപ്പം നമ്മുടെ എമ്പുരാൻ എന്ത് കലാ സൃഷ്ടി, പൃഥ്വിരാജിന് ഒരു കലാമൂല്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പക്ഷേ എമ്പുരാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പബ്ലിസിറ്റിയിലേക്ക് നോക്കുമ്പോൾ ടോക്സിസിറ്റി വിറ്റ് കാശാക്കാന്ന് പറയുന്ന ഒരു സംഭവം ഫീൽ ചെയ്തു. അതായത് ജനങ്ങളെ മണ്ടന്മാരാക്കുക. അതെ, വിഷം വിറ്റ് കാശാക്കാന്ന് പറയുന്നത്. പടം ഹിറ്റായിക്കില്ല, പടം ആർക്കും ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ പ്രൊഡ്യൂസറിന് കാശ് കിട്ടും. അതെ, പടം ആർക്കും ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ പ്രൊഡ്യൂസറിന് കാശ് കിട്ടും. ഈ ഒരു ബിഗ് ബോസ് കളിയാണോ സത്യത്തില്? ഞാൻ ആ പടം റിലീസ് മുമ്പ് പറഞ്ഞു ഇത് ജനങ്ങളെ പറ്റിക്കുകയെന്ന് പറഞ്ഞു.
ജനങ്ങൾ മണ്ടന്മാരെ നിന്ന് കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും. ഇതിൽ മെയിനായിട്ട് നമ്മളുടെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തിറ്റിക്സ് ആൻഡ് സൗന്ദര്യശാസ്ത്രം ബേസ് ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിലോസഫിയിൽ വരുന്നതാണ് ആർട്ടും എസ്തെറ്റിക്സും. അല്ല, ആർട്ടും എസ്തെറ്റിക്സും എത്തിക്സ് അല്ല. തീർച്ചയായിട്ടും നമ്മളുടെ ഇതിൽ നമുക്ക് പറഞ്ഞു വെക്കാനുള്ളൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒരു സ്ട്രക്ചറല്ല, പൊളിച്ചെഴുതപ്പെടേണ്ടതാണ്. പൊളിച്ചെഴുതപ്പെടാത്തോടത്തോളം നാട്യശാസ്ത്രത്തിലെ എത്ര ആൾക്കാർ വായിച്ചെന്നറിയില്ല. ഇന്ത്യൻ ആർട്ടിനെ കുറിച്ചുണ്ട് ഭരതമുനി, അതാണ് ഭരത് അവാർഡ്. ആസിഫ് അലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്ടർ മറ്റേ കാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ആണ് ആളുടെ ഏറ്റവും കാറ്റ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒഴിമുറി, ഈ 2 സിനിമകളാണ് ആസിഫ് അലിയുടെ ഇതിലുള്ളത്. പക്ഷെ ബാക്കിയുള്ള ആക്ടേഴ്സിന്റെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടോവിനോ ചെയ്തിട്ടുള്ള 2 ഫഹദ് ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു വളരെ സെലക്റ്റീവ് ആണ്. അത് മോഹൻലാൽ ഫഹദിനെ പഠിക്കേണ്ട കാര്യം, സെലക്റ്റീവ് ആണ്. എനിക്ക് തോന്നുന്നു ഭരത് ഗോപിക്ക് ശേഷം ഇനിയിപ്പോ ഫഹദ് വാസിൽ തന്നെയാണോ. പക്ഷെ ഒരു മെത്തഡ് ആക്ടിങ് ആണ്. മോഹൻലാൽ പറഞ്ഞ നാച്ചുറൽ മെത്തഡ് രണ്ടും ഉള്ള ആളാണ്. അങ്ങനത്തെ ആക്ടേഴ്സ് ഇല്ല. ചെറുതായിട്ടുണ്ടാ പുള്ളി. ഇപ്പൊ 20 ഭരതം ഇതിന് വേണ്ടിയാൽ പുള്ളി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ രണ്ടും ചെയ്യും പുള്ളി. വാനപ്രസ്ഥ ആണെങ്കിലും പുള്ളി ഒരുപാട് കഥകളിക്കാരനെ വെച്ച് കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. മെത്തേഡ് ആക്ടിങ്ങിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞത് നമ്മൾ കണ്ട കാഴ്ചകളിൽ നിന്ന് ക്യാരക്ടർ ഡിസൈൻ ചെയ്തെടുക്കുന്ന സബ് കോൺഷ്യസ് ബേസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഇത് നമ്മൾ പഠിച്ച് അത് പ്രിപ്പയർ ചെയ്ത് പൊസിഷൻ മേക്ക് ചെയ്തിട്ട് മമ്മൂട്ടിയൊക്കെ അതാണ്. അതായത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇപ്പൊ വാനപ്രസ്ഥ അല്ലെങ്കിൽ അംബേദ്കർ അങ്ങനത്തെ മൂവീസ് അങ്ങനത്തെ റിസർച്ച് വേണം. അതെ, അങ്ങനെ വേണം. അതെ, അല്ലാതെ നമുക്കത് ശരിക്കും മെനക്കെട്ട് തന്നെ ചെയ്യണം. അതെ, ഇപ്പൊ മോഹൻലാലിന്റെ നാച്ചുറൽ ആക്ടിങ് ആണ്. ഇപ്പൊ കിലുക്കം അല്ലെങ്കിൽ സ്ഫടികം ചെയ്യുമ്പോൾ അവിടെ നാച്ചുറൽ ആക്ടിങ് ആണ്. അന്നാ പുള്ളി ഭരതം അല്ലെങ്കിൽ കമലതലം അല്ലെങ്കിൽ രാജശില്പി ഇല്ലെങ്കിൽ വാനപ്രസ്ഥം അല്ലെങ്കിൽ 20 ഇതൊക്കെ ചെയ്യുമ്പോൾ പുള്ളി പ്രിപ്പയർ ചെയ്യണ്ട. ഇത് രണ്ടുമുള്ള ആള് മോഹൻലാലാണ്. 98% ആക്ടേഴ്സ് മെത്തേഡ് ആക്ടേഴ്സ് ആണ്. ഹോളിവുഡ് ആയാലും കമലഹാസൻ, മമ്മൂട്ടി, മറ്റേ ഫഹദ് ഫാസിൽ. പക്ഷേ മോഹൻലാൽ രണ്ടും ഉണ്ട്. പക്ഷെ മമ്മൂട്ടിയുടെ ആദ്യകാല സിനിമകൾ നോക്കുകയാണെങ്കിൽ വളരെ ഡ്രാമാറ്റിക് ആയിരുന്നു. ഞാൻ വലിയ നടനൊന്നല്ല, എനിക്ക് നാച്ചുറൽ ടാലന്റ് ഇല്ല, ഞാൻ തേച്ച് മിനിക്ക് വന്നതാണ്. പിന്നീട് ഈ പറയുന്ന അടൂർ ഗോപാലകൃഷ്ണന്റെ, പത്മരാജന്റെ, ഭരതന്റെ ഒക്കെ കമ്മ്യൂണിക്കേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജോൺ പോൾ പറഞ്ഞു പുള്ളി ആ സമയത്ത് അവാർഡ് കിട്ടാൻ വേണ്ടി ഈ ആർട്ട് ഫിലിം മേക്കേഴ്സായിട്ട് അടുപ്പമുണ്ടായിരുന്നു. പക്ഷെ എന്നാലും പുള്ളി മോഹൻലാലിനെക്കാളും കുറെ ആർട്ട് മൂവീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇന്നും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള സിനിമകൾ. മോഹൻലാൽ മമ്മൂട്ടിക്ക് സ്റ്റാർട്ട് അത്ര എഫക്റ്റ് ആയിട്ടില്ല. പുള്ളി ഇപ്പോഴും നടനായിട്ടായിരിക്കണം. പുള്ളി പക്ഷേ മോഹൻലാലിന് സ്റ്റാർട്ടും കുറച്ച് ബാധിക്കുന്നുണ്ട്. അത് മെയിൻലി ബിക്കോസ് ഓഫ് ആൻറ്റി ബെൻബോറാണ്. സുരേഷ് ഗോപിനെ കുറിച്ച് എന്താ അഭിപ്രായം? സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നടനെ കുറിച്ച്. സുരേഷ് ഗോപിയെക്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട ജയറാമാണ്. കുറച്ചുകൂടി കലാമൂല്യം തോന്നിയ. സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനാണ്, വികാര ജീവിയാണ്. സുരേഷ് ഗോപിയെക്കാട്ട് കലാമരയായിട്ട് തോന്നുന്നത് ജയറാമാണ്. ഇമോഷണലി കുറച്ച് സെൻസിറ്റീവ് ആണ്. കഥാപാത്രങ്ങളും അങ്ങനെ തന്നെയാണ് അദ്ദേഹം ചെയ്യുക. പുള്ളിനെ പറഞ്ഞു പുള്ളി വലിയ നടനാ പുള്ളി പറയുന്നില്ല. പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം നടന്മാർ മോഹൻലാലും കമലഹാസനൊക്കെയാണ്. അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പോലും നിന്നോട് ഞാൻ പുള്ളിക്ക് ഒരു റിജിഡിറ്റി ഫ്ലെക്സിബിൾ അല്ല. അതെ, ഫ്ലെക്സിബിൾ അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളിയാട്ടം വേറെ ആയിട്ടാ. അതെ, പക്ഷെ ജയറാം ഒരു നല്ല നടനാണ്. ജയറാമിന് കലാമൂല്യം ഉണ്ട്. അതിൽ സത്യത്തിൽ ഉപയോഗിച്ചിട്ടില്ല. കൊമേഴ്ഷ്യൽ സിനിമയുടെ ഭാഗമാക്കി മാറ്റി തള്ളിക്കളഞ്ഞു. പുള്ളി ചിലത് ചെയ്തിട്ടുണ്ട്. പുള്ളി കലയായിട്ട് ബന്ധമുണ്ട്. ഇപ്പോ ശേഷം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയും ഈ പറയുന്ന നടൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയും ഒക്കെ കാണാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ ഒറ്റ സംഭവം, മനോജ് കെ നല്ലൊരു ആക്ടറാണ്, ഒരുപാട് നാളെ മൂവീസ് ചെയ്യുന്നുണ്ട്. നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ പൊളിക്കുന്ന ഒരാളെന്ന് ലിജോ ജോസ് പല്ലിശ്ശേരി. പിന്നെ വേറൊരു പ്രത്യേകത ഉള്ളത്, അദ്ദേഹത്തിന്റെ സിനിമകളുടെ ഫോർമുല കട്ടെടുത്തിട്ടാണ് പിന്നീടുള്ള സിനിമകൾ ഇറങ്ങുന്നത്. ജെല്ലിക്കെട്ടാൽ എല്ലാം ഒരു മൂവി പോലും മോശമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ പുതുമയാണ്, എല്ലാം പുതുമയാണ്. ഇപ്പൊ ചുഴലി ഇറങ്ങിയപ്പോ ഭയങ്കര ഇതായിരുന്നു. അത് ആ സിനിമയാണ്, ആ രീതിയിൽ എടുക്കണം. തീർച്ചയായിട്ടും ചുരുളി എന്റെ അഭിപ്രായത്തിൽ പുതുമ തന്നെയാണ്. ആളുടെ സിനിമകളൊക്കെ പുതുമയാണ്. ഇപ്പൊ വാലിബലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെരിമെന്റ് ആണ്. അറ്റ് എ ടൈം ആളുടെ ഡയറക്ടർ ജെല്ലിക്കെട്ട് എത്ര മൂവീസ് ആണ്. പക്ഷേ നമ്മുടെ ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള കക്ഷി പറഞ്ഞിട്ടുള്ള സംഭവം, ഷാജി നടേഷന പ്രൊഡ്യൂസർ ഉണ്ടല്ലോ, അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു സംഭവം, ഈ സിനിമ എന്ന് പറയുന്നത് രണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാശ് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എക്സ്പെരിമെന്റ് നടത്തണമെങ്കിൽ അവനവൻ്റെ കാശ് എടുത്ത് ചെയ്യണം എന്ന് പറയുന്ന ഒരു സംഭവം പറഞ്ഞു. പക്ഷേ ഞാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് മൂവീസ് ലോ ബഡ്ജറ്റ് മൂവീസ് പിടിക്കുമോ?
ഈവൻ ഫിലിം ഫ്ലോപ്പ് ആയി തന്നെ വലിയ ലോസ് ഉണ്ടാവില്ല. ലോസ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ആണ്. ഇന്ത്യ മൊത്തം റൺ ചെയ്യും. വലിയ അങ്ങേറ്റ പടം പിടിക്കാൻ ചെറിയ പടങ്ങൾ പിടിക്കും. ഒരു ഫെസ്റ്റിവൽ, ഒരു വീട് മാത്രം വെച്ചാൽ ആൾക്കാർ സിനിമ എടുക്കലില്ലേ? ഗോവ തൊട്ട് കൽക്കട്ട വരെ ഫെസ്റ്റിവൽ ഓടി കഴിഞ്ഞാൽ സിനിമയുടെ പ്രോഫിറ്റ് കിട്ടി. അതാണ് അടൂപാസേന ചെയ്യുന്നത്. പുള്ളിയുടെ സിനിമകൾ അവാർഡും കിട്ടും, ஆனால் ഫിലിം ഫെസ്റ്റിവലിൽ പോയി കാശും ഉണ്ടാകും. പക്ഷെ ലിമിറ്റഡ് പ്രോഫിറ്റ് ആഗ്രഹിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിനനുസരിച്ച് സിനിമകൾ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. സത്യം അതാണ്. അതായത് ഏറ്റവും കൂടുതൽ ഗ്യാരണ്ടി ഉള്ളത് കലാമൂല്യമുള്ള ചിത്രങ്ങൾക്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ലോ ബഡ്ജറ്റ് ആണ്, ഫ്ലോപ്പ് ആയ വലിയ ലോസ് ഇല്ല. തിയേറ്ററിൽ ഓടുന്നില്ലാന്നുള്ളൂ, ഫിലിം ഫെസ്റ്റിവലിൽ ഓടും. ലിമിറ്റഡ് ബഡ്ജറ്റിൽ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോ ഈ പറയുന്ന ശക്തി ദുർഗ ഇയാളെ ഡോക്ടർ ബിജു നല്ല ഫിലിംസ് ചെയ്യലോ. അദ്ദേഹം എന്തുകൊണ്ട് തുടർച്ചയായിട്ട് സിനിമകൾ ചെയ്യുന്നത്? എന്തുകൊണ്ട് ആൾക്ക് പ്രൊഡ്യൂസർ കിട്ടുന്നു, പ്രോഫിറ്റ് കിട്ടുന്നുള്ളതാണ് അദ്ദേഹം സിനിമ ചെയ്യുന്നത്. ഒരുപാട് നല്ല സിനിമ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. പിന്നെ പോരാത്തതിന് ഇദ്ദേഹം, എനിക്ക് എടുത്തു പറയേണ്ട എന്റെ ഫേവറേറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് സജിൻ ബാബു. ബിരിയാണി ചെയ്തത്, ബിരിയാണിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് അൺ ടു ദ ഡെസ്ക് ഒക്കെയാണ്. ഈ മൈത്രയും പറഞ്ഞ കറക്റ്റാണ്. മൈത്രേനും കനീഷ് കുസൃതിയിലെ പണ്ട് പഴയ മോഹൻലാലിന് ഇഷ്ടമായിരുന്നു. മൈത്രേ എന്നോട് പറഞ്ഞത് അറിയാം, പണ്ട് സ്ക്രിപ്റ്റ് വെച്ചിട്ട് ആ സ്ക്രിപ്റ്റിന് ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് എടുക്കുന്നത്. പിന്നെ അങ്ങനെയല്ല, താരത്തെ വെച്ചിട്ടാണ് സ്ക്രിപ്റ്റിലേക്ക് പോകുന്നത്. താരത്തെ വെച്ച സിനിമയിലേക്ക് പോകുമ്പോൾ ദിലീപിനെ വന്നപ്പോഴാണ് ആ ഒരു രീതിയിലേക്ക് പോയത്. ഈ താരങ്ങൾ സിനിമയിൽ ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങിയതും സ്ക്രിപ്റ്റിൽ ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങിയതും. അതെ. പക്ഷെ വേറൊരു കാര്യമുള്ളത്, ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ എൻ്റെ അഭിപ്രായത്തില് കലാമൂല്യമുള്ള സിനിമകളെ പോലും കൊമേഴ്ഷ്യൽ വൽക്കരിച്ചതിന്റെ ഭാഗമായിട്ടാണ് നിലനിൽക്കുന്നത്. ഇപ്പൊ കുഞ്ഞിക്കുനൻ നല്ലൊരു അവാർഡ് മൂവി ആയിട്ട് ഇറക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കലാമൂല്യമുള്ള ചിത്രം. അതെ. പക്ഷേ മെയിൻ ഫാക്ടർ ബിസിനസ്സാണ്. ആ ബിസിനസ് ഞാൻ പുള്ളിക്ക് അറിയാം, ബിസിനസ്മാനാണ്. പക്ഷെ നോക്കുകയാണെങ്കിൽ നടന്മാർ, അമീർ ഖാൻ അങ്ങനെയല്ല, ബിസിനസ് കൊണ്ടുണ്ട്, ഒപ്പം തന്നെ കുറച്ച് സോഷ്യൽ കമ്മിറ്റഡ് കാര്യം ചെയ്യും. സിനിമ കൊമേഴ്ഷ്യൽ ആകുമ്പോഴാണ് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുന്നത്. സത്യത്തിൽ കൊമേഴ്ഷ്യൽ ആകുമ്പോഴാണ് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുന്നത്. കലാമൂല്യമുള്ള ചിത്രങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് ലിമിറ്റഡ് ബഡ്ജറ്റ് വെച്ചുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിനിമകൾ പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർക്ക് വിജയ് പടൽ എങ്ങനെ ഓടുന്നത് മനസ്സിലാവുന്നില്ല. ഇതിൽ ഒരൊറ്റ കാര്യമുള്ളൂ, നടന്മാർ നിലനിൽക്കുക എന്നുള്ളത് മാത്രമാണ്. നടന്മാർ എപ്പോഴും പ്രോഫിറ്റിലാണ്. ഡയറക്ടേഴ്സ് തകർന്നാലും വിജയ് സിനിമ കാണുമ്പോൾ എന്ത് എസ്തെറ്റിക്സ് ഉള്ളത് മനസ്സിലാവുന്നില്ല. അത് ഫോർമുലയാണ്. ആ ഫോർമുല വെറുപ്പിനെ ട്രാൻസ്ഫർ ചെയ്യുക. നമുക്കതിൽ കാണുമ്പോൾ വില്ലനെ കാണുമ്പോൾ പിടിച്ചിടിക്കാനൊക്കെ തോന്നും. ശരിക്കും പറഞ്ഞാൽ അലൻ ജോസ് പെരേര ഒരു ബുദ്ധിമാനാണ് വേറെ രീതിയിൽ. കാരണം ഇവന്മാരെ ഫൂൾ ചെയ്ത് എടുക്കുകയാണ്. ആള് ബുദ്ധിമാനാണ്. എനിക്ക് അക്കാര്യത്തില് ബുദ്ധിമാനാണ്. കാരണം പുള്ളിക്ക് ഈ ഓഡിയൻസിന്റെ പൾസ് മനസ്സിലായി, എന്ത് ഇട്ട് ചെയ്യാൻ പോകുന്നു. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ തിങ്ക് ബേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ആള് ഫസ്റ്റ് നിങ്ങളുടെ ക്യാച്ച് ചെയ്തു, അതിലൂടെ സമൂഹത്തിലേക്ക് ഒരു അറ്റൻഷൻ സീക്ക് ചെയ്തു. അതിലൂടെ നിങ്ങളിൽ നിന്ന് പതുക്കെ അതിൽ നിന്ന് കുറച്ചൊന്ന് ഡിറ്റാച്ച് ആയി തന്നിട്ട് വീണ്ടും നിങ്ങളിലേക്ക് എല്ലാം എടുത്തു. വീണ്ടും ഡൗൺ ആവുമ്പോൾ എന്റെ അടുത്തേക്ക് വരും. ഒന്നുകൂടി എല്ലാം പ്ലാൻഡ് ആണ്. എല്ലാം വൈറലായിട്ട് എല്ലാം എന്റെ ആണ്, ഒന്നും പ്ലാൻഡ് അല്ല. പ്ലാൻഡ് അല്ല എന്നല്ല, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ജെന്യുവിൻ ആവുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെ ഇപ്പൊ എന്റെ ഭക്തവേലി ഡൗൺ ആണ്, ഞാൻ ബോധപൂർവ്വം പിയാവർക്ക് ഒന്നും ചെയ്യില്ല. ഓരോ സംഭവങ്ങൾ വരികയാണ്, അങ്ങോട്ട് പോകാൻ ലാലേട്ടൻ പറഞ്ഞേ സംഭവിക്കുകയാണ്. തീർച്ചയായിട്ടും. മമ്മൂട്ടി മമ്മൂട്ടി എല്ലാം പ്ലാൻ ചെയ്താ ചെയ്യുന്നത്. പക്ഷെ മോഹൻലാൽ ഒന്നും പ്ലാൻ ചെയ്യില്ല. പക്ഷേ ക്രിയേറ്റിവിറ്റി കനോട്ട് ബി പ്ലാൻ. അല്ല, ക്രിയേറ്റിവിറ്റി പ്ലാൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ ആ തോട്ട് അതെല്ലാം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഒന്നുമില്ല. നല്ല ഈ പറയുന്ന പോലത്തുള്ള നല്ല കലാമൂല്യം, കഥ തന്തുവൊക്കെയുള്ള സിനിമകൾ പ്ലാൻ ചെയ്തുണ്ടാവുന്നല്ല, അവർ ഡിസൈൻ ചെയ്തുണ്ടാക്കുന്ന സ്പോണ്ടേനിയസ് ആയിട്ട് ഡിസൈനിങ്. ആ സ്പോണ്ടേനിയസ് ആണ്. ക്രിയേറ്റിവിറ്റി കനോട്ട് ബി പ്ലാൻ. അതെ, തീർച്ചയായിട്ടും. നമ്മുടെ വിദ്യാഭ്യാസത്താണെങ്കിൽ ഇൻഡ്യൂഷൻ കലാപരമായിട്ട് നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്താണ് വിട്ടുപോകണ്ടെന്ന് വിചാരിച്ച് പറയുന്ന ശ്രീനിവാസൻ അങ്ങനെയായിരുന്നു. സ്പോട്ട് ഇംപ്രൊവൈസേഷൻ സ്പോട്ട് ഇംപ്രൊവൈസേഷൻ സ്പോണ്ടേനിയസ് ആയിട്ട്. സത്യമാണ്. ഇംപ്രൊവൈസേഷൻ പറയുമ്പോൾ നമ്മൾ ജഗതി ഇംപ്രൊവൈസേഷൻ ചെയ്യുന്ന ആളാണ്. പൃഥ്വിരാജിന് അതില്ല, ഇംപ്രൊവൈസേഷൻ ഇല്ല. തീർച്ചയായിട്ടും. ഇംപ്രൊവൈസേഷൻ ക്രിയേറ്റീവ് ആണ്. മലയാളത്തിൽ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിനിമയെ കുറിച്ച് മാത്രം പറഞ്ഞില്ല. കല പറയുമ്പോൾ കലാമണ്ഡലം ഗോപി, അങ്ങനെ എത്രയോ ഇപ്പൊ കഥകളി, അങ്ങനെ എത്രയോ അവരിനെ അറിയപ്പെടുന്നില്ല, കാശ് കിട്ടുന്ന അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട്. കലാമണ്ഡലം ഗോപിയുടെയും അവരൊക്കെ ലൈഫിൽ ഒരുപാട് സ്റ്റഡി ചെയ്തും ഒരുപാട് ഇത് ചെയ്തും ലൈഫ് ഫുള്ള് ജീവിച്ച് അങ്ങനെ പോകുന്ന ആൾക്കാരാണ്. അവരുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. നെടുമുടി അങ്ങനെ തോന്നിയിട്ടുണ്ട്. നെടുമുടി വേണം കുറച്ചും കൂടിയും കൊമേഴ്ഷ്യലാണോ? കൊമേഴ്ഷ്യലല്ല പുള്ളിക്ക്. ഒരു കാലത്ത് അവസാന കാലം കൊമേഴ്ഷ്യലായി, ആദ്യ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഞാൻ ജലോത്സവം പോലും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യം പുള്ളിക്ക് പറ്റിയാണ്. പുള്ളി ഒരു വയസ്സൻ റോൾ ടൈപ്പ് കാസ്റ്റായി പോയി. പുള്ളി 80s ഭരതന്റെ മിക്ക സിനിമകളും ഉണ്ട്.
ജോൺ അബ്രാമിനെ അറിയാം. അങ്ങനെ ആ ലെവലായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി ജീവിക്കാൻ വേണ്ടിയാന്ന് തോന്നുന്നു കുറച്ച് കൊമേഴ്സിലേക്ക് വരുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറയട്ടെ, നെടുമുടി വേണുവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതായത് മോഹൻലാലിൻ്റെ ആണെങ്കിൽ പോലും ചില ചിത്രങ്ങളിൽ മോശമായി അഭിനയിച്ചു എന്ന് പറയാൻ പറ്റും. പക്ഷെ നെടുമുടി വേണുവിൻ്റെ ഒരു സിനിമ പോലും അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാവില്ല. അയാളുടെ പകരം ചെയ്യും. അതെ, തീർച്ചയായിട്ടും. അത് പിന്നൊരു കാര്യം, സ്വഭാവ നടന്മാർക്കാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചാത്ത റോൾ കിട്ടുന്നത്. അവരാണ് ഏറ്റവും കൂടുതൽ ആക്ടിങ് റോൾ കിട്ടണം. നെടുമുടി വേണു ഇപ്പൊ വെഞ്ഞാറ് മൂടൽ കോമഡി ചെയ്യണം, ഇപ്പൊ നന്നായി ചെയ്യുന്നുണ്ട്, സീരിയസ് റോളാണ് ചെയ്യുന്നത്. സിദ്ദിഖ് ആസ് എ വ്യക്തി എനിക്ക് വലിയ അഭിപ്രായമില്ല, നല്ലൊരു ആക്ടറാണ്. സിദ്ദിഖ് നല്ലൊരു ആക്ടറാണ്, ഒരു വ്യത്യസ്തമായ സിനിമ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും സ്വഭാവ നടന്മാർക്കാണ് ഏറ്റവും കൂടുതൽ നല്ല റോൾസ് കിട്ടുന്നത്. നായികമാർ ഇപ്പോൾ ഇന്ദ്രജിത്ത് പൃഥ്വിരാജിനെക്കാട്ടും ടാലന്റാണ്. പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് ഈ നായകനെക്കാട്ടും നായകൻ വരുമ്പോൾ സ്റ്റാർഡും വരും. എനിക്ക് ആ ഫാമിലി സ്വഭാവ നടന്മാരാണ് ഏറ്റവും നല്ല നടന്മാർ. എനിക്ക് പക്ഷെ ആ ഫാമിലിയിൽ ഏറ്റവും നല്ല കലാകാരി എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പൂർണിമയാണ്. പൃഥ്വിരാജിനേക്കാളും ഇന്ദ്രജിത്തിനേക്കാളും പൃഥ്വിരാജിനേക്കാളും ഇന്ദ്രജിത്തിനേക്കാളും വളരെ കഴിവുള്ള ഒരു സ്ത്രീ ആയിട്ട് എനിക്ക് പലപ്പോഴും പൂർണിമ ചിത്രത്തിനെ തോന്നിയിട്ടുണ്ട്. സുപ്രിയ ആണെങ്കിൽ പക്കാ ബിസിനസ് ചെയ്താണ്. അവരൊരു ഫോർമുല ബേസ് ചെയ്തിട്ടാണ് സംഭവം സിനിമകൾ ചെയ്യുന്നത്. അവരൊക്കെ ഫോർമുല ബേസ്ഡാണ്. സത്യത്തിൽ നമ്മൾ പറഞ്ഞു വെക്കാൻ പോകുന്ന ഒരു കാര്യം സന്തോഷം പ്രാക്ടിക്കൽ ഇന്ത്യ എനിക്ക് തോന്നുന്നു അമീർഖാൻ്റെ അപ്രോച്ച് ചെയ്യുന്നില്ല. കാരണം പ്രൊഡ്യൂസറിൻ്റെ കാശ് കിട്ടും, സിനിമ എൻ്റർടൈനിങ് ആയിരിക്കും, എന്നാൽ മെസ്സേജും ഉണ്ട്, ഇതെല്ലാം കൂട്ടിയിട്ടുണ്ട്. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, സിനിമ മേഖല ഈ പറയുന്ന പോലെയുള്ള പെയിൻറ്റിങ്സ് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെയുള്ള മേഖലകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യുന്നില്ല. സോ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള എന്നോട് ആക്ടർ മധു പറഞ്ഞ സിനിമ ഭൂരിഭാഗം ആൾക്കാർക്കും ഒരു ബിസിനസ്സാണ്. മനുഷ്യത്വം ഈ സിനിമയിൽ അവർക്ക് കാണിക്കാൻ പറ്റില്ല, കച്ചവടമാണത്. റിയൽ ആർട്ട് ഫോംസ് പറഞ്ഞ നാടകം അല്ലെങ്കിൽ കഥകളി അങ്ങനത്തെ കാര്യങ്ങൾക്ക് റിയൽ ആർട്ട് ഫോംസ്. തീർച്ചയായിട്ടും ബാക്കിയുള്ളതൊക്കെ ബിസിനസ്. സിനിമയിൽ 80s ആ ഒരു കാലഘട്ടത്തിലാണ് അങ്ങനത്തെ ഉണ്ടായത്. നല്ല കഥകൾക്ക് വേണ്ടിയിട്ടും നല്ല ഡയറക്ടേഴ്സ് നല്ല കഥയാണ് നോക്കി. ഇന്ന് കഥയല്ല, ഇന്ന് എന്ത് കഥയുള്ളൂ. ഇന്ന് ഒരു നിമിഷം പോലും ബോറടിക്കരുത്. പക്ഷെ ഇന്ന് സ്റ്റാർഡം സ്പേസ് കൈകാര്യം ചെയ്യുന്ന പല ആൾക്കാർക്കും അത് മാത്രമല്ല, ഇപ്പോഴത്തെ മലയാളി കുട്ടികൾക്ക് മലയാളം സിനിമയോട് പുച്ഛമാണ്. അവർ ഹോളിവുഡ് സിനിമ പറയാം, മലയാളം സിനിമയോട് പുച്ഛം. പക്ഷേ മലയാളം, ബംഗാളി, മറാഠിയല്ല, ടെക്നോളജി ഇല്ലെങ്കിലും നല്ല ലിംഗ്വിസ്റ്റിക് സാഹിത്യപരമായിട്ടും കലാപരമായിട്ട് ഒരുപാട് നല്ല ഫിലിംസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം ഇവിടെ സിനിമയിൽ വരുന്ന ഒരു കലാമൂല്യത്തിൻ്റെ ക്രൈസിസ് എന്ന് പറയുന്നത്, ബേസിക് എന്ന് പറയുന്നത് സ്റ്റാർഡം ഫോക്കസ് ആണ് നശിപ്പിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സ്റ്റാർഡമിലേക്ക് പോകുമ്പോൾ പ്രശ്നം വരുന്നത്. അതെ, അല്ലാത്ത പക്ഷം അതിൽ ഒരു പ്രോബ്ലം ഇല്ല, സിനിമ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമായിരുന്നു. സ്റ്റാർഡം ബേസ് ചെയ്യുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, സ്റ്റാർഡം ബേസ് ചെയ്യുമ്പോഴാണ് ബിഗ് വോളിയം പീപ്പിൾസിന് കിട്ടുന്നത്. അതുകൊണ്ട് ഒരു സമൂഹത്തിലെ മാസ് ഓഡിയൻസ് ആണ് ഏറ്റവും കൂടുതൽ. തീർച്ചയായിട്ടും എല്ലാ കാലത്തും. അതുകൊണ്ട് മാസാണ് 98% ആൾക്കാർ മാസാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് അങ്ങനത്തെ മോശമുണ്ട്. കലാമൂല്യ സിനിമ ഓടാത്ത കാരണം ക്ലാസ് ഓഡിയൻസ് കുറവാണ്. തീർച്ചയായിട്ടും എല്ലാ കാലത്തും അങ്ങനെയാണ്. കാരണം സാമൂഹികമായിട്ട് ഡെവലപ്പ് ആയിട്ടുള്ള എന്താ കാരണം? മാസാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ. യാഥാർത്ഥ്യമാണ്. ശരിക്കും ചിന്തിക്കുകയും നിങ്ങളെല്ലാം ഒരു ക്ലാസ്സിൽ വരുന്ന ഓഡിയൻസാണ്. ഇപ്പം ഞാനെല്ലാം എനിക്ക് രണ്ടും ബാലൻസ് ചെയ്യണം. ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ ചെയ്യുന്നത് അവർ രണ്ടും ബാലൻസ് ചെയ്യണം. ആർട്ട് മൂവിയും ചെയ്യും, കൊമേഴ്സ്യൽ മൂവിയും ചെയ്യും. എന്തുകൊണ്ട് മിഡ് നൈറ്റ് സിസ്റ്റർ ഒന്നും നമ്മുടെ വനിതയിൽ വരുന്നില്ല എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, വ്യക്തമായിട്ട് മനസ്സിലാവും. അത് പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ രണ്ടുപേരും സപ്പോർട്ടും വേണം, മണിയും വേണം, ജീവിക്കണമെങ്കിൽ മണി വേണം, സിമ്പിൾ ലൈഫ് മതി. തീർച്ചയായിട്ടും അതാണ് നമ്മുടെ അമീർഖാൻ്റെ അപ്രോച്ച്. അയാൾ പൈസ, പ്രൊഡ്യൂസറിന് കാശ്, അയാളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യും. എനിക്ക് തോന്നുന്നത് റിസർച്ച് ഓറിയന്റഡ് ആവുക എന്നുള്ളത് തന്നെയാണ് സിനിമ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള നല്ല മാർഗ്ഗങ്ങൾ. എന്താ റിസർച്ച് ഓറിയന്റഡ് ആവുക എന്നുള്ളതാണ് സിനിമ ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ല. ആക്ടിങ് അങ്ങനെയല്ല, ഫിലിം മേക്കിംഗ് റിസർച്ച് ഓറിയന്റഡ് ആണ്. പക്ഷേ ആക്ടിങ് സ്പോണ്ടേനിയസ് ആണ്. അത് പഠിച്ചുണ്ടാകുന്ന കാര്യമല്ല. പക്ഷേ മോഹൻലാൽ ആക്ടിങ് സ്കൂളിൽ പോയി പഠിക്കാൻ പോയാൽ ഈ ആക്ടിങ് പോയാണ്. പക്ഷേ മോഹൻലാലിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ആക്ടിങ് എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് തന്നെയാണ്, യാഥാർത്ഥ്യമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം മെത്തേഡ് അറിയാത്ത ആൾക്കാർ അവർ സിനിമയിൽ ഫെയിലാവും. സ്പോണ്ടേനിയസ് എന്ന് പറയുന്നത് പോലെ തന്നെ മെത്തേഡും കൂടി അറിഞ്ഞിരിക്കണം. എങ്ങനെ പൊസിഷൻ ചെയ്യണം, എങ്ങനെ ബോഡി ഇത് ചെയ്യണം, ഏതൊക്കെ ഫോർമുലാസ് ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, ഏതൊക്കെ ടോക്സുകൾ, ആ രീതിയിലാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാൾ ബ്രില്യൻ്റ് ആയിട്ട് വരുന്നത്. ആൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം പ്ലാൻഡാണ്. എനിക്ക് പുത്തൻപണം എന്നെ ഞെട്ടിച്ച സിനിമയാണ് പുത്തൻപണം. എന്താ കാര്യം വെച്ചാൽ അഭിനയം ആക്ടർ നോക്കുമ്പോൾ മമ്മൂട്ടിക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. മോഹൻലാലിന് ചെയ്യാൻ പറ്റാത്ത, മോഹൻലാലിന്റെ റേഞ്ച് വളരെ ഹൈ ആണ്. ഇവൻ ഭരത് ഗോപിക്കാടും കൂടുതലാണ്, ഭയങ്കര റേഞ്ചാണ്. പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല. പക്ഷേ അത് പുള്ളി
പുള്ളി കുറച്ച് എന്താ സ്റ്റാർട്ടിങ് പഠിക്കും ഇങ്ങനത്തെ അങ്ങനെ ഇടയ്ക്ക് വന്നു പകൽ നക്ഷത്രങ്ങൾ, ആകാശഗോപുരം, അങ്ങനെ ഇടയ്ക്ക് പുള്ളി അങ്ങനത്തെ മൂവി ചെയ്യുന്നുണ്ടായിരുന്നു. പകൽ നക്ഷത്രം, ആകാശഗോപുരം, മൃഗസാക്ഷി, പരദേശി, അങ്ങനെ കുറച്ച് ആർട്ട് മൂവീസ് പുള്ളി ചെയ്യുന്നുണ്ടായി. അദ്ദേഹം ആ സമയത്ത് പുള്ളി കുറെ ആർട്ട് മൂവീസ് ചെയ്യുന്നുണ്ടായി, പക്ഷേ കൊമേഴ്സ് വിട്ടിട്ട്. ഇപ്പൊ അതില്ല, പൂർണ്ണമായിട്ടും ഇല്ലാത്ത അവസ്ഥ. അത് ഈ കൂടെ നടക്കുന്ന ആന്റണി പെരുമ്പാവൂരാണ് മോഹൻലാൽ നശിപ്പിക്കുന്നത്. ഒരു പറയാൻ നിവൃത്തിയില്ല. ഞാൻ ഇന്നൊരു പോസ്റ്റ് ആന്റണി പെരുമ്പാവൂർ, അലൻ ജോസ് പെരേര ഒരേപോലെയാണ്. സിനിമയെക്കുറിച്ചോ കലയെക്കുറിച്ചോ ഒന്നും അറിയില്ല, പക്ഷെ കച്ചവടം ചെയ്യാൻ അറിയാം. അലൻ ജോസ് പെരേരയ്ക്ക് സ്റ്റാർട്ടം ആ ടൈപ്പ്, ഇയാൾക്കും ഈ ബിസിനസ് മാനേജ്മെന്റ് ഒക്കെ അലൻ ജോസ് പെരേര പഠിക്കുകയാണെങ്കിൽ പൊളിക്കും. ബിസിനസ് മാനേജ്മെന്റ് ഒക്കെ അലൻ ജോസ് പെരേര പഠിക്കുകയാണെങ്കിൽ പൊളിക്കുന്നത്. വേറൊരു സാധ്യതയും കൂടി ഡെവലപ്പ് ആവും. പക്ഷെ ഇന്ന് ബിസിനസ് മാനേജ്മെന്റിലാണെങ്കിൽ പോലും അവര് പറയുന്നത് നമുക്ക് ലോങ് ടൈം പ്രോഫിറ്റ് നമുക്ക് നോക്കാന്നുള്ളതാണ്. ബിസിനസ്സിൽ അങ്ങനെ ഒരു ലോങ് ടേം എത്തിക്സ് വർക്കൗട്ട് ആവും. അതെ, അവിടെയാണെങ്കിൽ പോലും ആ രീതിയിലേക്ക് പോലും ലോങ് ടേം എത്തിക്സ് വർക്കൗട്ട് ആവും. സോ ഈ സിനിമകളിലാണെങ്കിൽ പോലും ഇന്ന് പത്മരാജനെയും ഭരതനെയും നോക്കുമ്പോൾ നമുക്ക് നോക്കാം, മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് മമ്മൂട്ടിയും മോഹൻലാലിനെക്കാട്ടും റീച്ച് ഉണ്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ. അവരെക്കാട്ടും റീച്ച് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരെക്കാട്ട് വലിയ ആളാവുമോ ഇയാൾ. പക്ഷെ ഇതൊരു ഹൈറ്റ് ക്യാമ്പയിൻ അല്ലേ, മനുഷ്യന്റെ ടോക്സിറ്റിനെ ഈ കാലഘട്ടത്തിൽ ആൾക്കാർ ഇത് മനസ്സിലാക്കിയിട്ട് അവര് മണ്ടന്മാരാക്കുക, സ്വൈപ്പ് ചെയ്യാൻ മണ്ടന്മാരെ നിന്ന് കൊടുക്കുക. ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സ്വൈപ്പ് ചെയ്യാൻ പറ്റണം, സ്ക്രോൾ ചെയ്യാൻ പറ്റണം. ബുദ്ധിയുള്ള ജനത അത് ചെയ്യൂ, അല്ലാത്തൊരു അലൻ ജോസ് പെരേരയിൽ പെട്ടെടുക്കും. അതൊരു യൂണിവേഴ്സ്. അയാളൊരു ആ ഒരു സൈക്കോളജി മനസ്സിലാക്കി ചെയ്യുന്ന അയാളുടെ ബ്രില്യൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ആ മാസ് സൈക്കോളജി മനസ്സിലാക്കി ഇമാരെ ഫൂൾ ചെയ്യാം. അതല്ല ആര് പറഞ്ഞത്, ഈ കളിയാക്കുന്നവരല്ല മണ്ടന്മാർ, ഇയാളെല്ലാം മണ്ടൻ, കളിയാക്കുന്നവരാ മണ്ടന്മാർ. യഥാർത്ഥമാണ്, പ്രാക്ടിക്കലാണ്. ഈ പ്രാക്ടിക്കലാണ്. അറ്റ് എ ടൈം ആൾക്ക് കച്ചവടം അറിയാം, ആൾക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നറിയാം, ആളുടെ കഴിവില്ലായ്മയെ കുറിച്ചിട്ട് ആൾക്കറിയാം, ലിമിറ്റേഷൻസ് അറിയാം. സോ അതിനെ മാർക്കറ്റ് ചെയ്യാനാണ്. എനിക്ക് ദിലീപായിട്ട് കുറച്ച് ബ്ലാറ്റ് ചെയ്യുന്നുണ്ട്. ഇല്ല, എന്നോട് ഇന്നാളെ ഒരു സുഹൃത്ത് വിളിച്ച് ഇപ്പോൾ എന്നോട് പറഞ്ഞു, അവൻ്റെ ഇന്റർവ്യൂ ചെയ്ത ഒരാൾ എന്നോട് പറഞ്ഞു, എന്ത് വേണമെങ്കിലും ഇത് ചെയ്യാം, നമുക്ക് മാർക്കറ്റ് ചെയ്യല്ലേ വേണ്ടത്, നമുക്ക് എന്ത് വേണമെങ്കിലും പറയാമെന്ന് പറഞ്ഞു. സോ അതിനുള്ളത് എന്ത് വേണമെങ്കിലും ചോദിച്ചോളാൻ പറഞ്ഞു, വെറുപ്പിച്ചോളാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആ രീതിയിലാണ് ആളുടെ സ്ട്രാറ്റജി എടുക്കുന്നത്. മണി ഉണ്ടാക്കുന്നുണ്ട്, സാമ്പത്തികം ഉണ്ടാക്കുന്നുണ്ട്. സോ നമ്മൾ പറയാൻ, എനിക്ക് നിങ്ങളോടും പറയാനില്ല, നമ്മൾ കുറച്ച് മണി ഒരു ഫാക്ടറാണ്, പക്ഷെ സിമ്പിൾ ലൈഫ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇല്ലടോ, ഞാൻ ആഗ്രഹിക്കുന്നത് ഫെസ്റ്റിവൽ മൂവീസ് പരമാവധി അതായത് കൊമേഴ്ഷ്യൽ സിനിമയുടെ ഭാഗം ആവണം. അതേപോലെ തന്നെ ഫെസ്റ്റിവൽ മൂവീസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട്. എനിക്ക് തോന്നുന്നു KG ജോർജ് ആ സ്റ്റൈലിൽ പോകാൻ പറ്റും. തീർച്ചയായിട്ടും ആ ഒരു സ്റ്റൈലിലുള്ള സബ്ജക്റ്റുകൾ. ഒരു കാര്യം പറയാം, യഥാർത്ഥ കലാകാരൻ, യഥാർത്ഥ ഫിലോസഫർ എല്ലാം ദരിദ്രന്മാരാണ്. യാഥാർത്ഥ്യമാണ്, ദരിദ്രരാണ്. അവരൊന്നും ഉണ്ടാക്കുന്നില്ല, അവരാണ് റിയൽ ആൾക്കാർ. അവര് ബാക്കി അലൻ ജോസ് പെരേര ആൾക്കാർ ഇപ്പൊ ഇതോടെ തീരും. ഇങ്ങനത്തെ ആൾക്കാർ മരണശേഷവും ജീവിക്കും. ആഫ്റ്റർ ഡെത്ത് ഓൾസോ. അവൻ മരിച്ചു പോയാലും പിന്നീട് അറിയപ്പെടും. ചങ്ങമ്പുഴ ഇപ്പോഴും അറിയപ്പെടുന്നല്ലേ. അവരെല്ലാം കാലത്ത് അതീതമായി ജീവിക്കുന്നവരാണ്. എത്രയോ വലിയ വലിയ ഫിലോസഫേഴ്സും സയന്റിസ്റ്റ് ഇവരെല്ലാം മരിച്ചതിന് ശേഷമാണ് അറിയപ്പെടുന്നത്. പിക്കാസോ, വാൻ ഗോഗ് ഇവരൊക്കെ കാലത്തിന് അതീതമായിട്ട് സയന്റിസ്റ്റുമാരുടെ അടുത്ത് ആകെ ഐൻസ്റ്റൈൻ മാത്രം പോപ്പുലർ ആയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും പിന്നീട് അറിയപ്പെട്ടത്. യാഥാർത്ഥ്യമാണ്. അപ്പോൾ എനിക്ക് എസ്പെഷ്യലി പറയാൻ 2K കിഡ്സിനോട് നിങ്ങൾ കുറച്ചുകൂടെ കലാപരമായിട്ടും വാല്യൂസ് അങ്ങനത്തെ ചരിത്രം പഠിക്കാൻ ശ്രമിക്കുക, അത്രയ്ക്ക് മാത്രമാണ് ബേസിക്. ചരിത്രം പഠിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. സീരിയസ്ലി ചരിത്രം അറിഞ്ഞിരിക്കണം. ഇന്ന് ChatGPT പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിലൂടെ കുറച്ച് ഹിസ്റ്ററിയും കൂടി നിങ്ങൾ പഠിക്കാൻ നോക്കും, ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടി എത്തിക്കൽ ആവുക. തീർച്ചയായിട്ടും അവര് എത്തിക്കലാണോ, പിള്ളേർ കുറച്ചും കൂടി എത്തിക്കലാണ്. ഈ ലഹരിയുടെ ഇൻഫ്ലുവൻസ് മാത്രമാണ് അവർ നശിപ്പിക്കുന്നുള്ളൂ. അവർ മാനസികമായിട്ട് വളരെ പുരോഗമിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ. സ്ട്രക്ചേഴ്സ് കൊടുക്കുക, പണത്തിന് പുറകെ മാത്രം പോകരുത്, വാല്യൂസ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഒറ്റ കാര്യം പറയുള്ളൂ, സ്ട്രക്ചറുകൾ പൊളിക്കാതെ ഇവിടെ ക്രിയേറ്റിവിറ്റി ആണെങ്കില്ല നടക്കില്ല, പൊളിക്കണം. അപ്പോൾ ഓക്കെ, ബൈ. ഓക്കെ അല്ലോ.